നാമത്തിന് മഹത്വം. വീണ്ടും സ്തോത്രം. ഏതാനും ആഴ്ചകൾക്ക് ശേഷം ബോസ്റ്റൺ പ്രയർ ലൈനിൽ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം സഹായിച്ചവരെ ഉപയോഗിക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ ദൈവദാസനും ദൈവദാസിക്കുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ നമ്മൾ ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. വചന ചിന്തയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യൂദായുടെ ലേഖനം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യൂദായുടെ ലേഖനം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ നമുക്ക് 20ഉം 21ഉം കുറിവാക്യമായിട്ട് വായിക്കാം. Jude chapter 1 verse 20 to 21. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവീൻ. സ്തോത്രം. താങ്ക്സ് റജി ബ്രദറെ. നമ്മൾ വായിച്ച് കേട്ടത് യൂദായുടെ ലേഖനത്തിൽ നിന്നാണ്. നമുക്കറിയാം, യേശുവിൻ്റെ 4 സഹോദരന്മാരിൽ ഒരാളായ യൂദയാണ് ഈ ലേഖനം എഴുതിയത്. ഏതാണ്ട് AD 66, 67 കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ലേഖനമാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ക്രിസ്ത്യാനികൾ റോമിൽ നിന്ന് രാഷ്ട്രീയപരമായ എതിർപ്പുകളെ നേരിടുന്നതിനൊപ്പം അനേക ദുരൂപദേഷ്ടാക്കന്മാർ സഭയിൽ കടന്നു വന്ന് പ്രശ്നങ്ങളെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് യൂദ ഒരു പൊതുലേഖനം എന്ന രീതിയിൽ ആണെങ്കിൽ പോലും പ്രത്യേകിച്ച് പിന്മാറ്റക്കാരെ ഉദ്ദേശിച്ചാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ, 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന് പിന്മാറ്റക്കാരെ നേരിടാൻ വേണ്ടി മാത്രം നീക്കി വെച്ചിരിക്കുന്ന ഒരു പുതിയ നിയമ ലേഖനമായിട്ട് നമുക്ക് യൂദായെ കൺസിഡർ ചെയ്യാൻ പറ്റും. നമുക്ക് എബ്രായ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെയും പൗലോസ് പറയുന്നുണ്ടെങ്കിൽ പോലും ഇതിലെ വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവരെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എഴുതിയ വാക്യങ്ങളെയാണ് നമ്മൾ കാണുന്നത് യൂദായുടെ ലേഖനത്തിൽ. അതുപോലെ തന്നെ ഇതിന് മുമ്പുള്ള വാക്യങ്ങൾ, അതായത് ഏകദേശം 4 മുതൽ ഒരു 16 വരെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും പഴയ നിയമത്തിൽ നിന്നുള്ള പല ഭാഗങ്ങളെ യൂദ ഉദ്ധരിക്കുന്നുണ്ട്. 5-ാം വാക്യത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നിന്നുണ്ട്. അതുപോലെ സോദോം ഗോമോറയെ പറ്റി 7-ാം വാക്യത്തിലുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ 9-ാം വാക്യത്തിൽ മോശയുടെ മരണം, 11-ാം വാക്യത്തിൽ കയീനെ പറ്റി, ബിലയാമിനെ പറ്റി. പിന്നീട് ഞാൻ നോക്കുമ്പോൾ കാണുന്ന 14-15 ഹാനോക്കിനെ പറ്റി പറയുന്നു. ആദമിനെ പറ്റി 14-ാം വാക്യത്തിൽ കാണുന്നു. അങ്ങനെ പഴയ നിയമത്തിൽ നിന്ന് ഒരുപാട് ഉദ്ധരണികൾ യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ യൂദായുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പിന്മാറ്റക്കാരെ നേരിടുക, യേശുക്രിസ്തുവിന്റെ വചനത്താൽ ഈ പിന്മാറ്റക്കാരെ നേരിടുക, അവരെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയുണ്ട് യൂദായ്ക്ക് ഈ ലേഖനം എഴുതുമ്പോൾ. അതുപോലെ തന്നെ സ്കോളേഴ്സ് അല്ലെങ്കിൽ ഇതില് വചനത്തിൽ പണ്ഡിതന്മാരായിട്ടുള്ളവർ പറയുന്നത് ഈ ലേഖനം എഴുതിയതിന്റെ വേറൊരു കാര്യം, ആ കാലത്ത് ജ്ഞാനവാദമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, അതിന്റെ തുടക്കമായിരുന്നിരിക്കാം. അതും കൂടെ കാരണമാകാം യൂദാ ഈ ലേഖനം എഴുതിയത്. എനിവേ, നമ്മൾ വായിച്ച ആ വാക്യ ശകലത്തിലേക്ക് നമുക്ക് വരാം. 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പോകുന്നത്. 17 തുടങ്ങുന്നത്, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. അപ്പോൾ യൂദ അവിടെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. എന്താണ്? പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ പ്രധാനമായി യഹൂദന്മാർക്കാണ് ഇത് എഴുതുന്നതെങ്കിലും യമനന്മാരെ ഉദ്ദേശിച്ചും ജെന്റൈൽസിനും ജ്യൂസിനും രണ്ടുപേരെ ഉദ്ദേശിച്ചാണ് ഈ വാക്യങ്ങൾ എഴുതുന്നത്. അപ്പോൾ അവരോട് യൂദ പറയാണ്, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുകയും. ഇതേ വാക്യം, ഏകദേശം ഇതിനോട് സമമായ വാക്യം നമുക്ക് 2 പത്രോസ് 3:2 വായിക്കാൻ പറ്റും. 2 പത്രോസ് 3:2 പറയുന്നത്, വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2 ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. അപ്പോൾ 2 പത്രോസ് എഴുതുമ്പോൾ, പത്രോസ് അപ്പോസ്തലൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് എഴുതുമ്പോൾ ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞിട്ടുള്ളത്? നിങ്ങൾ അപ്പോസ്തലന്മാർ മുഖാന്തരം കൽപ്പനകളെ ഓർത്തുകൊള്ളണം. അപ്പൊ അത് തന്നെ യൂദ ഇവിടെ പറയുകയാണ്, അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുകയും. നമുക്കതുപോലെ തന്നെ 1 തീമോഥെയോസിന്റെ ലേഖനത്തില് 4:1 നമ്മൾ കാണുന്നുണ്ട്, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ദുരുഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറയുന്നു.
അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 20:28 മുതൽ 30 വരെ പൗലോസ് അപ്പോസ്തലനും പറയുന്നുണ്ട്. അപ്പം പൗലോസ് അപ്പോസ്തലനും പത്രോസ് അപ്പോസ്തലനും ഒക്കെയും പറഞ്ഞ കാര്യങ്ങളെ ഓർക്കുവിൻ എന്നാണ് യൂദായുടെ ലേഖനത്തിൽ ഈ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ. അതായത് ഭാവി കാലത്ത് കപട ഉപദേശങ്ങളുമായി ദുരുപദേഷ്ടന്മാർ വരും, അല്ലെങ്കിൽ കള്ളപ്രവാചകന്മാർ കടന്നു വരും. അപ്പോൾ ഈ അപ്പോസ്തലന്മാർ, അതായത് പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും ഒക്കെയും പറഞ്ഞ കാര്യങ്ങളെ ഓർക്കുവിൻ എന്ന ഒരു 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 മുന്നറിയിപ്പോടെയാണ് 17-ാം വാക്യം യൂദ തുടങ്ങുന്നത്. അവര് എന്തൊക്കെയാണ് പറഞ്ഞത്? അതായത് നമ്മൾ പൗലോസ് അപ്പോസ്തലനെയും പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളെ ശ്രദ്ധിച്ചാൽ ഭാവി കാലത്ത് ഇനിയും സംഭവിപ്പാൻ ഒരു പ്രവചന ദൂതിലാണ് അവർ പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രവചനമായിട്ടാണ് പറയുന്നത്. സഭയിൽ അനേകർ ഇനിയും കടന്നു വരുവാൻ സാധ്യതയുണ്ട്. അവർ പല കാര്യങ്ങളും കർത്താവിനെതിരായി, ദൈവത്തിന്റെ വചനത്തിനെതിരായി അനേക കാര്യങ്ങളെ ചെയ്യുവാൻ സാധ്യതയുണ്ട്. വ്യാജാത്മാക്കളുമായി വരുന്നവരുണ്ട്, കപട ഉപദേശങ്ങളുമായി വരുന്നവരുണ്ട്, കള്ളത്തരങ്ങളുമായി വരുന്നവരുണ്ട്. അങ്ങനെ പലവിധ അജണ്ടകളുമായി, പലവിധ സ്ട്രാറ്റജീസുമായിട്ട് ദൈവസഭയെ തകർക്കുവാൻ വേണ്ടി അനേകർ കടന്നു വരുവാൻ സാധ്യതയുണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലനും പൗലോസ് അപ്പോസ്തലനും മുന്നറിയിപ്പ് ഓൾറെഡി നമുക്ക് നൽകി തന്നു. ഈ യൂദായുടെ ലേഖനം എഴുതുമ്പോൾ ഓൾറെഡി ആ ലേഖനങ്ങളൊക്കെയും ആ സഭകൾ എത്തിച്ചെന്നു. പൗലോസ് എഴുതിയ ലേഖനങ്ങളും പത്രോസ് എഴുതിയ ലേഖനം ഓൾറെഡി ചെന്നു. അതുകൊണ്ട് ഒരു വിശ്വാസ പ്രമാണത്തിന്റെ ഒരു അടിസ്ഥാനം ഓൾറെഡി സഭകൾക്കുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, നിങ്ങളോ പ്രിയരെ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുക. അപ്പോൾ അത് നമുക്കൊരു ഉപദേശത്തിന് വേണ്ടി, ഒരു അടിസ്ഥാനത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നീട് നമ്മൾ 1 യോഹന്നാൻ 4:6 കാണും, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിന്റെ ആത്മാവ് ഏതും എന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും നമുക്കിതിനാൽ അറിയാം. അപ്പോൾ ഒരു ദൈവ പൈതലിന് സത്യത്തിന്റെ ആത്മാവ് ഏതാണെന്നും വഞ്ചനയുടെ ആത്മാവ് ഏതാണെന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാകണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും സത്യത്തിന്റെ ആത്മാവ് എന്താണ്, വ്യാജത്തിന്റെ ആത്മാവ് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതായത് സത്യത്തിന്റെ ആത്മാവുള്ളവരും വ്യാജത്തിന്റെ ആത്മാവുള്ളവരും ഒരേയാളെ തന്നെ പ്രസംഗിക്കുന്നത്. ആരെയാ? യേശുക്രിസ്തുവിനെ തന്നെയാണ് അവർ പ്രസംഗിക്കുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കുന്നതിന്റെ ഒപ്പം അവർ വചനത്തിൽ, ഈ വ്യാജാത്മാക്കൾ ഉള്ളവർ, അവർ വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളൂടെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അവരും കർത്താവിനെ തന്നെയല്ലോ പ്രസംഗിക്കുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അവരെ സംശയിക്കേണ്ട ആവശ്യം എന്നുള്ളത്. അതിനാണ് വിവേചനത്തിന്റെ ആത്മാവ് എല്ലാ ദൈവമക്കൾക്കും ഉണ്ടാകണമെന്ന് അപ്പോസ്തലന്മാർ തന്നെ പല ലേഖനങ്ങളിലൂടെ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. വിവേചനത്തിന്റെ ആത്മാവ് 1 കൊരിന്ത്യർ ലേഖനം പൗലോസ് എഴുതുമ്പോൾ കൃത്യമായി പറയുന്ന ഒരു കൃപാവരമാണ് വിവേചനത്തിന്റെ ആത്മാവ്. പലപ്പോഴും ആ വിവേചനത്തിന്റെ ആത്മാവിനെ പറ്റി നമ്മൾ സംസാരിക്കാറില്ല, നമ്മൾ പറയാറില്ല. നമ്മൾ ചില കൃപാവരങ്ങളെ കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. എന്നാൽ വിവേചനത്തിന്റെ ആത്മാവ് എല്ലാ ദൈവമക്കൾക്കും വേണ്ട ഒരു കൃപാവരമാണ്. അത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം. നമുക്ക് സ്വയമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കണം. പരിശുദ്ധാത്മാവിൽ നാം പ്രാപിക്കേണ്ട ഒരു കൃപാവരമാണ് വിവേചനത്തിന്റെ ആത്മാവ്. ആ വിവേചനത്തിന്റെ ആത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സത്യത്തിന്റെ ആത്മാവ് ഏതാണോ, ഭോഷ്കിന്റെ ആത്മാവ് ഏതാണോ, വ്യാജത്തിന്റെ ആത്മാവ് ഏതാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ യൂദാ പറയുന്നത്, നിങ്ങൾ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർക്കുവിൻ എന്ന് പറഞ്ഞിട്ട് 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 5 കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. 5 ഒറ്റ വാക്യത്തിൽ പറയുകയാണെങ്കിൽ 5 കാര്യങ്ങൾ, പ്രധാനമായി 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ 5 കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. 17 മുതൽ 19 വരെ ഓർക്കുക എന്നുള്ള കാര്യം. 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ള കാര്യം നമ്മൾ കാണുന്നു, എന്ന വാക്ക് നമ്മൾ കാണുന്നു. 22 കരുണ ചെയ്യുക എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. 23 നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കുക. 23 പിന്നെയും കരുണ കാണിക്കുക. അങ്ങനെ 5 കാര്യങ്ങളെയാണ് ഈ 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായും നമ്മൾ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു, ഓർക്കുക, സൂക്ഷിക്കുക, കരുണ ചെയ്യുക, മറ്റുള്ളവരെ രക്ഷിക്കുക, 5-മതായി കരുണ കാണിക്കുക. ഈ 5 പ്രധാന വാക്കുകൾ ഊന്നിയാണ് ഈ 9 വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അതിൽ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത് അപ്പോസ്തലന്മാരുടെ വാക്കുകളെ ഓർക്കുക. അപ്പൊ എന്തിനാണ് ഈ അപ്പോസ്തലന്മാരുടെ വാക്കുകളെ നമ്മൾ ഓർക്കേണ്ടതിന്റെ കാര്യം എന്താണ്? അതാണ് 18-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നത്. 18-ാം വാക്യം വായിക്കുന്ന, അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ.
5 തരത്തിലുള്ള ആളുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. യൂദായുടെ ലേഖനം നമ്മളിപ്പോൾ വായിച്ചത് 18-ാം വാക്യവും 19-ാം വാക്യവും 5 തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. 5 ടൈപ്സ് ഓഫ് പീപ്പിൾ. വചനത്തെ കളിയാക്കുന്നവർ, പരിഹാസികൾ. 2 അധാർമികത പ്രവർത്തിക്കുന്നവർ. 3 ഭിന്നതയുണ്ടാക്കുന്നവർ. 4 പ്രാകൃതർ, അതായത് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നവർ, ലോകത്തിന്റെ പുറകെ പോകുന്നവർ. 5-മത് ആത്മാവില്ലാത്തവർ. ഇങ്ങനെ 5 തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ കാണുന്നത്. മനസ്സിലാക്കണം, ഇത് സഭയുടെ പുറത്തല്ല, ദൈവസഭയ്ക്കുള്ളിലുള്ള 5 തരത്തിലുള്ള ആളുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതാണ് ഇതിലെ വിരോധാഭാസം എന്ന് പറയുന്നത്. ദൈവസഭയിൽ കടന്നുകൂടിയിട്ടുള്ള 5 തരത്തിലുള്ള ആളുകൾ. ഞാൻ ഒന്നുകൂടെ പറയാം. വചനത്തെ കളിയാക്കുന്നവർ, അതായത് പരിഹാസികൾ, അധാർമികത പ്രവർത്തിക്കുന്നവർ, ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതർ, അതായത് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നവർ, ആത്മാവില്ലാത്തവർ. നമുക്കിത് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ സഭയിലും ഈ 5 തരത്തിലുള്ള ആളുകളെയും നമുക്ക് കാണുവാൻ പറ്റും. വചനത്തെ കളിയാക്കുന്നവർ അനേകം ആളുകൾ നമ്മുടെ സഭയിലുണ്ട്, നമുക്കതറിയാം. പാസ്റ്റർമാരെന്ന് പറയുന്നവർ പോലും വചനത്തെ കളിയാക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നവരെ നമുക്കറിയാം. അതായത് പരിഹാസത്തോടെ, പുച്ഛത്തോടെ വചനത്തെ കാണുന്നവരെ നമുക്കറിയാം. അവരും വചനം പ്രസംഗിക്കുന്നവരാണ്, എന്നാൽ വളരെയധികം പരിഹാസത്തോടെയാണ് അവർ വചനത്തെ കാണുന്നതും വചനത്തെ പ്രസംഗിക്കുന്നതും. അതുകൊണ്ടാണ് പല സ്റ്റേജുകളിലും നമുക്ക് വചനം കണ്ടന്റ് കാണുവാൻ പറ്റാത്തത്, അല്ലെങ്കിൽ വചനം യഥാർത്ഥമായി പ്രസംഗിക്കുന്നത് കേൾക്കാൻ പറ്റാത്തതിന്റെ കാര്യം അവർ വചനത്തെ പരിഹസിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും വചനത്തെ വളരെ ചെറുതായി എടുത്ത് പ്രിപ്പയർ ചെയ്യാതെ എന്തെങ്കിലും ഒരു വാക്യം വായിച്ച് എന്തെങ്കിലും നമുക്ക് തോന്നുന്നത് നമുക്ക് കിട്ടിയ വെളിപ്പാടെന്ന രീതിയിൽ അവതരിപ്പിച്ച് അങ്ങനെ ചെയ്യുന്നത് വചനത്തെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോഴും അപ്പോസ്തലന്മാർ പ്രസംഗിച്ചപ്പോഴും, അതായത് പൗലോസ് ആകട്ടെ, പത്രോസ് ആകട്ടെ, യോഹന്നാൻ ആകട്ടെ, ഇവരൊക്കെ പ്രസംഗിച്ചപ്പോഴും അവർക്കെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് കർത്താവിന്റെ ഈ വചനമായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഈ അതിവിശുദ്ധ വചനം ആയിരുന്നു അവർക്കെല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത്. അവരാരും വചനത്തിന് പുറത്തുനിന്നൊന്നും പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ഇന്നത്തെ സഭയിൽ നാം കാണുന്നത്, നമുക്ക് വളരെയധികം അറിവുണ്ട്, ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല. വചനത്തെ പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട് ദൈവസഭയിൽ. വചനത്തെ പരിഹസിക്കുന്നവർ, അതായത് വചനത്തെ കളിയാക്കുന്നവർ, വചനം വേണ്ട, മറ്റു പലതും മതി എന്ന് പറയുന്നവർ, വചനത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ടും വചനത്തിൽ നിന്ന് ഏതെങ്കിലും വാക്യം എടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുന്നവർ അനേകർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ നാം സൂക്ഷിക്കണം. അവരെപ്പറ്റി നാം ജാഗ്രതയുള്ളവരാകണം. എത്ര വലിയ ആളാണെന്ന് പറഞ്ഞാലും, എത്ര വലിയ പേരുണ്ടെന്ന് പറഞ്ഞാലും, വചനത്തെ പരിഹസിക്കുന്ന കൂട്ടരാണെങ്കിൽ, വചനത്തെ കളിയാക്കുന്നവരാണെങ്കിൽ, ഈ പത്യോപദേശത്തെ, ഈ സത്യവചനത്തെ കളിയാക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നവരാണെങ്കിൽ അവരിൽ നിന്ന് നാം അകലം പ്രാപിക്കണം. അവരിൽ നിന്ന് നാം ഒരകലം പ്രാപിച്ച് അവരെ ജാഗ്രതയോടെ വേണം കൈക്കൊള്ളാൻ. അവരെ കൈക്കൊള്ളുവാൻ പാടില്ല. ജാഗ്രതയോടെ ആയിരിക്കണം നാം ആയിരിക്കേണ്ടത്. അതാണ് യൂദായുടെ ലേഖനം പറയുന്നത്. വചനത്തെ പരിഹസിക്കുന്നവർ, വചനത്തെ കളിയാക്കുന്നവർ പരിഹാസികളാണ്. വചനത്തെ പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്, ക്രിസ്തുവിനെ പരിഹസിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ പരിഹാസികൾ ഇരിപ്പിടത്തിൽ ഇരിക്കുവാനും നാം പാടില്ല. ഒരു ദൈവ പൈതൽ, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ പരിഹസിക്കുന്നവരുടെ കൂടെ ഇരിക്കുവാൻ പാടില്ല. പരിഹസിക്കുന്നതിനോട് കൂടെ പരിഹസിക്കുവാൻ പാടില്ല. അവരോട് കൂടെ ചേരുവാൻ പാടില്ല. അവർ പറയുന്നത് കേൾക്കുവാൻ പാടില്ല. ഉള്ളതാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. അന്ത്യകാലത്ത് ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട്, വചനത്തെ പരിഹസിക്കുന്നവർ. രണ്ടാമത് ഞാൻ പറഞ്ഞത് അധാർമികത പ്രവർത്തിക്കുന്നവർ. തരത്തിലുള്ള അധാർമികത പ്രവർത്തിക്കുന്നവർ ഇന്ന് ദൈവസഭയിലുണ്ട്. തങ്ങളുടെ വാക്കുകളിലൂടെ, തങ്ങളുടെ പ്രവൃത്തികളിലൂടെ, തങ്ങളുടെ ചിന്തകളിലൂടെ അധാർമികത പ്രവർത്തിക്കുന്നവർ, പരസ്യമായ അധാർമികത പ്രവർത്തിക്കുന്നവരും ദൈവസഭയിൽ ഇന്നുണ്ട്. ഇതൊന്നും യൂദാ പറയുന്നത് പുറത്തു നടക്കുന്ന കാര്യമല്ല. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഒരു വിരോധാഭാസമായിട്ട് നമുക്ക് തോന്നാം. ദൈവസഭയിലും ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, നാം പരിശോധിക്കേണ്ട കാര്യം. എന്നാൽ സത്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർ ഉണ്ട് ദൈവസഭയിൽ. അവർ കടന്നുകൂടിയിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിലും യൂദാ ജീവിച്ചിരുന്നപ്പോഴും ഇങ്ങനെയുള്ളവർ ദൈവസഭയിൽ കടന്നുകൂടിയിരുന്നു. അതുകൊണ്ടാണ് യൂദാ അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. എന്താണ് അധാർമികത പ്രവർത്തിക്കുന്നവർ? ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഇമ്മോറലായിട്ട് പ്രവർത്തിക്കുന്നവർ എന്ന അർത്ഥത്തിലാണ് യൂദാ ഇവിടെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നത്. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന, അത് സെക്ഷുവാലിറ്റി എന്ന രീതിയിൽ മാത്രമല്ല, ഭക്തികെട്ട എന്ത് മോഹങ്ങളും, അതായത് ഗലാത്യർ 5:18-19 നമ്മൾ കാണുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്ന എല്ലാവരും ഇതിൽ വരുന്നവരാണ്. അതായത് ദുഷ്കാമം, പരിഹാസം, അതുപോലെ ജലസി, അതുപോലെ ഐഡോളട്രി,
അതുപോലെ എല്ലാവിധ നമ്മൾ ഗലാത്യർ 5 ജഡത്തിന്റെ പ്രവൃത്തികളിൽ കാണുന്നതെല്ലാം പ്രവർത്തിക്കുന്ന, ഭക്തികെട്ട മോഹങ്ങൾ പ്രവർത്തിക്കുന്ന, അധാർമികത പ്രവർത്തിക്കുന്നവർ ദൈവസഭയിൽ ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. അവരെ നാം ശ്രദ്ധിക്കണം, അവരെ നാം സൂക്ഷിക്കണം. അവരെ പോലെ നാം ആയി തീരുവാൻ പാടില്ല. നമ്മുടെ സഹവിശ്വാസികളോ നമ്മുടെ കൂട്ടുകാരോ നമ്മുടെ കുടുംബത്തിലുള്ളവരോ ഒക്കെ ആകാം, നമ്മുടെ സഭാവിശ്വാസികളോ ഒക്കെ ഇങ്ങനെയുള്ളവരാകാം. എന്നാൽ അവരെ നാം സൂക്ഷിക്കണം. അവരെ പോലെ നാം ആകരുത്, അവരിൽ ഒരാളായി നാം തീരരുത് എന്നുള്ളതാണ് യൂദാ പറയുന്നത്. അതുകൊണ്ട് അധാർമികത പ്രവർത്തിക്കുന്നവരെ നാം സൂക്ഷിക്കണം, അവരെ പോലെ നാം ആയി തീരരുത്. മൂന്നാമത് പറയുന്നത് ഭിന്നതയുണ്ടാക്കുന്നവർ. ഭിന്നതയുണ്ടാക്കുന്നവര് നമുക്കറിയാം സഭകളിലുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഞാൻ ആ സഭയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഭിന്നത ഉണ്ടാക്കുന്ന അനേകം ആളുകൾ, രാഷ്ട്രീയം കളിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമായി പൊങ്ങി വരുന്നവരുണ്ട്. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണുവാനാണ് ബൈബിൾ നമ്മോട് കൽപ്പിക്കുന്നത്. എന്നാൽ ഞാനാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠൻ എന്ന രീതിയിലാണ് പലരും അവരെ തന്നെ കാണുന്നത്. അപ്പോഴാണ് രാഷ്ട്രീയം സഭയിലേക്ക് കടന്നു വരുന്നത്, അപ്പോഴാണ് ഭിന്നത സഭയിലേക്ക് വരുന്നത്. രാഷ്ട്രീയം കടന്നു വന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരുപാട് ഗ്രൂപ്പുകളാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നാം ഒരു ഗ്രൂപ്പിനോട് ചാഞ്ഞു നിന്നില്ലെങ്കിൽ ആ ഗ്രൂപ്പിലുള്ളവർക്ക് നമ്മോട് നീരസം തോന്നാം. അപ്പോഴാണ് പിന്നീട് നാം ഭക്തികെട്ട മോഹങ്ങളെ ആശ്രയിച്ച് ഈ ലോകത്തിന് അനുരൂപമായി നടക്കുവാൻ പോകുന്നത് അന്നേരമാണ്. അപ്പോഴാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് അകൽന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് നാം രാഷ്ട്രീയം കളിക്കുമ്പോൾ, നാം ഭിന്നത ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നത് ദൈവസഭയെ തകർക്കുകയാണ്. കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സഭയെ തകർക്കുകയാണ് ഭിന്നത ഉണ്ടാക്കുന്നവർ ചെയ്യുന്നത്. എന്നാൽ കൊലോസ്യ ലേഖനം 2:6-7 നമ്മൾ കാണുന്നുണ്ട്, നാം ക്രിസ്തുവിൽ വേരൂന്നി വളരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ മറിച്ച് ഈ ഭിന്നത ഉണ്ടാക്കുന്നവർ എന്താണ് ചെയ്യുന്നത്? ദൈവസഭയെ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം സഭയിൽ രാഷ്ട്രീയം കളിക്കുവാൻ പാടില്ല, നാം സഭയിൽ ഭിന്നത ഉണ്ടാക്കുവാൻ പാടില്ല. അത് ദൈവവചനത്തിനെതിരാണ്, സത്യോപദേശത്തിനെതിരാണ്. അത് വളരെ സ്പഷ്ടമായിട്ട് ദൈവവചനത്തിൽ നാം കാണുന്നുണ്ട്. രാഷ്ട്രീയം കളിക്കുന്നവർ ലോകത്തിന് അനുരൂപമായാണ് നിൽക്കുന്നത്. രാഷ്ട്രീയം കളിക്കുന്നവർ ദൈവവചനത്തിനെതിരാണ്. രാഷ്ട്രീയം കളിക്കുന്നവർ ഉപദേശത്തിനെതിരാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. അവർ ഭിന്നത ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദൈവസഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. യൂദായുടെ ലേഖനം വളരെ കൃത്യമായി ഇത് പറയുന്നുണ്ട്. പത്രോസും പൗലോസും കൃത്യമായി തന്നെ തങ്ങളുടെ ലേഖനങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവസഭയിൽ ഭിന്നത ഉണ്ടാക്കുന്നവർ ദൈവസഭയെ തകർക്കുകയാണ്. കർത്താവ് യേശുക്രിസ്തു തന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൈവസഭയെ തകർക്കുന്നവർ ആരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവർ ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു, അവർ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നു, അവർ നിത്യനരകത്തിലേക്ക്, നിത്യനാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരോട് നാം ഒരകലം പാലിക്കണം. നമ്മൾ അങ്ങനെയുള്ളവരോട് ചേരുകയല്ല ചെയ്യുന്നത്, മറിച്ച് അങ്ങനെയുള്ളവരോട് അകലം പാലിക്കുകയാണ് ചെയ്യുന്നത്. അവരെക്കുറിച്ചൊരു ജാഗ്രത നമുക്ക് വേണം. വി ഷുഡ് ബി കോഷ്യസ് about those who play politics. We should be cautious about those who divide the church. ഭിന്നത ഉണ്ടാക്കുന്നവരിൽ നിന്ന് നാം അകലം പ്രാപിക്കണം. നാലാമത് പ്രാകൃതർ. പ്രാകൃതർ എന്ന് പറഞ്ഞാൽ ലോകത്തിനുള്ളത് ചിന്തിക്കുന്നവർ. പ്രാകൃതർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഏറ്റെടുത്ത്, എന്നാൽ ഈ പ്രാകൃതർ എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രത്യേക ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രത്യേകിച്ച് ദൈവസഭയിൽ പ്രാകൃതർ എന്ന് പറഞ്ഞാൽ പുറമേ നോക്കുമ്പോൾ നമുക്ക് തോന്നത്തില്ല അവർ പ്രാകൃതരാണ്. രണ്ട് തരത്തിലുള്ള പ്രാകൃതരുണ്ട്. അവർ വചനത്തിൽ കുറച്ചൊക്കെ ജ്ഞാനമുള്ളവരായിരിക്കാം, പുറമേ നോക്കുമ്പോൾ പ്രാകൃതരായിരിക്കാം, എന്നാൽ അകമേ പ്രാകൃതരായിട്ടുള്ളവരുണ്ട്. രണ്ടാമത് പുറമേയും അകമേയും പ്രാകൃതരായിട്ടുള്ളവരുണ്ട്. മനസ്സിലായോ? അപ്പൊ ദൈവസഭയിൽ ഇത് രണ്ട് കൂട്ടരുമുണ്ട്. പുറമേ പ്രാകൃതരായിട്ടുള്ളവരുണ്ട്, അതായത് അവരുടെ അകത്തും പ്രാകൃതമാണ്. അതായത് പഴയ പാപ സ്വഭാവങ്ങളെ അവർ വിട്ടിട്ടില്ല, പഴയ പാപ സ്വഭാവങ്ങൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. രണ്ടാമത് പുറമേ വളരെ ഭക്തരെന്ന് നടിക്കുന്നവർ, എന്നാൽ അകമേ പ്രാകൃതരായിട്ടുള്ളവർ. അവരുടെ അകത്ത് ചത്തിട്ടില്ല, എന്നാൽ പുറമേ അവർക്ക് അഭിനയിക്കുവാൻ അറിയാം. അപ്പൊ അങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് പ്രാകൃതരെയാണ് നാം ദൈവസഭയിൽ കാണുന്നത്. ഇവർ രണ്ടുപേരോട് നാം അകലം പ്രാപിക്കണം, രണ്ടുപേരെയും നാം സൂക്ഷിക്കണം. അപ്പം നാലാമത്തെ ഞാൻ പറഞ്ഞത് പ്രാകൃതർ, ലോകത്തിനുള്ളത് ചിന്തിക്കുന്നവർ. നാം അങ്ങനെ ആയി തീരരുത്. കാരണം എന്താണ്? നമ്മെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയത് ആ പ്രാകൃത സ്വഭാവത്തിൽ നിന്നും ആണ്. അതായത് നമ്മുടെ പഴയ സ്വഭാവം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ പ്രാകൃത സ്വഭാവമായിരുന്നു. ലോകത്തിന് അനുരൂപമായി ചിന്തിക്കുന്നവരായിരുന്നു, ലോകത്തിനുള്ളത് ചിന്തിക്കുന്നവരായിരുന്നു. ആ ചിന്തയിൽ നിന്നിരുന്ന, ആ ലോകത്തിനുള്ളത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന, ലോകത്തിന് അനുരൂപമായി നടന്നുകൊണ്ടിരുന്ന സ്വഭാവത്തിൽ നിന്നാണ്
കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി ഒരു പുതിയ സൃഷ്ടിയാക്കിയത്. ആ പുതിയ സൃഷ്ടിയാകുമ്പോൾ പിന്നീടുള്ള നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രാകൃതമാകാൻ പാടില്ല. മറിച്ച് ക്രിസ്തുവിനോട് അനുരൂപമായ സ്വഭാവമാണ് നാം പ്രകടിപ്പിക്കേണ്ടത്. ലോകത്തിന് അനുരൂപമായ സ്വഭാവമല്ല, മറിച്ച് ദൈവത്തോട് അനുരൂപമായ സ്വഭാവമാണ് പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിൽ വാസം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നതിന്റെ കാരണമെന്ന് പറയുന്നത് നമ്മെ ക്രിസ്തുവിനോട് അനുരൂപമാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ്. അനുദിനം ക്രിസ്തുവിനോട് അനുരൂപമാക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മെ അനുദിനം വാർണിങ്സ് തന്നുകൊണ്ടിരിക്കുന്നത്, മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. നാം പാപം ചെയ്യുമ്പോൾ നമുക്ക് മുന്നറിയിപ്പുകൾ തന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനെതിരായി നമുക്കത് വേണ്ട. നമുക്ക് ഈ ലോക സ്വഭാവത്തോട് കുറച്ച് അനുരൂപമാണ്. നമുക്കൊരു കുറച്ച് സുഖമൊക്കെയും കിട്ടും. ഈ ലോക സുഖമൊക്കെ കിട്ടും, ഭൗതിക സുഖങ്ങൾ കിട്ടും, ലൗകിക സുഖങ്ങളൊക്കെയും കിട്ടും. എന്നാൽ യൂദാ പറയുന്നത് അവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല, അവരെ നാം സൂക്ഷിക്കണം. അന്ത്യകാലത്ത് കടന്നുകൂടിയിരിക്കുന്ന ഒരു കൂട്ടരാണ് പ്രാകൃതർ. യൂദായുടെ സമയത്തും ഇപ്പോഴും ദൈവസഭയിൽ പ്രാകൃതരുണ്ട്. അവരെ നാം സൂക്ഷിക്കണം. അവരെ പോലെ നാം ആയിത്തീരരുത്. ലോകത്തിനുള്ളത് നാം ചിന്തിക്കുവാൻ പാടില്ല. 2 പത്രോസ് 3:4 പറയുന്നത്, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഓൾറെഡി 2 പത്രോസ് 3 ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ യൂദാ 17-ലും 18-ലും കണ്ട കാര്യങ്ങൾ 2 പത്രോസ് 3:4 നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ 1 തീമോഥെയോസ് 4:1 നമ്മൾ വായിച്ചതുപോലെ ഭൂതങ്ങളുടെ ഉപദേശങ്ങളെ ആശ്രയിച്ച് ബോഷ്ക്ക് പറയുന്നതിന് കപടത്താൽ വിശ്വാസം ത്യജിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്നത് എന്താണ്? അവരുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ത്യജിക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്യത്തിൽ നമ്മൾ കടന്നു വരാൻ പോവുകയാണ്. അവരൊക്കെയും കർത്താവിൽ വിശ്വസിച്ചവരായിരുന്നു, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചവരായിരുന്നു, അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞവരായിരുന്നു. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ദൈവസഭയുടെ ഭാഗമായിട്ടുള്ള ആളുകളാണ്. ഇവരൊന്നും ദൈവസഭയ്ക്ക് പുറത്തുള്ളവരല്ല. ഈ 5 കൂട്ടരെ നമ്മൾ കണ്ടത് ഇവർ ദൈവസഭയ്ക്ക് അകത്തുള്ളവരാണ്. ഇവർ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്, വിശ്വാസ സ്നാനം സ്വീകരിച്ചവരാണ്. ഇങ്ങനെ എല്ലാവിധ ഉപദേശങ്ങളെ സ്വീകരിച്ചിട്ടാണ് ഇവർ ലോകത്തിന് പിന്നാലെ ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഇവർ പ്രാകൃതരാണ്. ഞാൻ നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞ ലോകത്തിനുള്ളത് ചിന്തിക്കുന്നവർ. കാരണം എന്താണ്? നാം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ശരീരം ഇപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളൂ. കർത്താവിന്റെ 2ാം വരവിൽ മാത്രമേ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഗ്ലോറിഫൈ ആകുന്നത് കർത്താവിന്റെ തേജസ്കരണത്തിലാണ്. അതുവരെ നമുക്ക് പാപത്തോടൊരു ആകർഷണമുണ്ട്. ഈ പാപത്തിനോട് ഒരു ആകർഷണം തോന്നുമ്പോൾ പാപത്തിന് പുറകെ പോകാനുള്ള ഒരു ടെൻഡൻസി വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ പാപത്തിന് പുറകെ പോകാനുള്ള ടെൻഡൻസി വരുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ശരീരത്തിന് പാപത്തിനോടൊരു ആകർഷണം തോന്നി ലോകത്തിന് പുറകെ പോകാം. അങ്ങനെ നാം പ്രാകൃതരായിത്തീരും. അതായത് നമ്മുടെ പുതിയ സൃഷ്ടി എന്നുള്ളത്, അതിൻ്റെ അകത്ത് പുതിയ സൃഷ്ടിക്കുള്ളിൽ നമ്മുടെ ഫ്ലഷ്, നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇപ്പോഴും പാപത്തോട് ആകർഷണമുള്ള ഒരു ബോഡിയെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ ആകർഷണത്തിന് പുറകെ പോകാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനായിട്ടാണ് പിന്നീടുള്ള വാക്യങ്ങൾ നാം എന്ത് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ പാപത്തിന് പുറകെ പോകുവാൻ പാടില്ല എന്നുള്ളതാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. പാപത്തിനോട് നമുക്ക് ആകർഷണം തോന്നാം, എന്നാൽ ആ പാപത്തിന് പുറകെ പോകാതെ ക്രിസ്തുവിൽ നടക്കുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാലേ നമുക്ക് പ്രാകൃതരാകാതെ, ലോകത്തിന് അനുരൂപമായി ചിന്തിക്കാതെ ദൈവത്തെ അനുസരിച്ച് നമുക്ക് നടക്കുവാൻ പറ്റുകയുള്ളൂ. 5-ാമത്തെ കൂട്ടർ ആത്മാവ് ഇല്ലാത്തവർ. ഇല്ലേ? അവര് ആത്മാവുണ്ടെന്ന് പറയുകയും അവർ ആത്മാവില്ലാത്തവരുമാണ് യഥാർത്ഥത്തിൽ. അതായത് ഭൂതങ്ങളുടെ ഉപദേശത്തെ അനുസരിക്കുന്നവർ, വ്യാജാത്മാക്കളെ വിശ്വസിക്കുന്നവർ, അല്ലെ, വചനത്തെ പരിഹസിക്കുന്നവരിൽ വിശ്വസിക്കുന്നവർ, ഇവരെല്ലാം ആത്മാവില്ലാത്തവരാണ്. ഇന്നത്തെ സഭയിൽ നമുക്ക് കാണുവാൻ പറ്റുന്നത് രണ്ട് തരത്തിലുള്ള ആളുകളെയാണ്. 2 കൂട്ടരും പറയുന്നത് അവർക്ക് ആത്മാവുണ്ടെന്നാണ്. ഒരു കൂട്ടർ പറയുന്നത് അവർക്ക് ആത്മാവുണ്ട്, അവര് ആത്മാവിനെ മാത്രമേ അനുസരിച്ച് നടക്കുകയുള്ളൂ. അവർക്ക് അഭിഷേകമെന്ന് കേട്ടാൽ വളരെയധികം ചൂട് പിടിപ്പിക്കുന്ന രീതിയിൽ അവർ തീ കത്തി നിൽക്കുന്ന ഒരു ടൈപ്പ് ആളുകളാണ്. അവർക്ക് പക്ഷെ വചനമെന്ന് കേൾക്കുമ്പോൾ, അതായത് വചനം മാത്രം പ്രസംഗിക്കുന്നവരെ അവർക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല. അവർക്ക് ആത്മാവുണ്ടെന്ന് പറഞ്ഞ് അവർ ആത്മാവ് പറയുന്ന രീതിയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് വിവേചനമില്ലാതെ പോകുന്ന ഒരു കൂട്ടർ. 2-ാമത്തെ കൂട്ടരാണ് ബാലൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു കൂട്ടരുണ്ട്. അതായത് വചനം വേണം, വചനം പറയുന്നത് നാം സ്വീകരിക്കണം, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ നാം വിശ്വസിക്കണം, കൃപാവരങ്ങളെ നാം വിശ്വസിക്കണം, കൃപാവരങ്ങളെ
നാം പ്രാപിക്കണം, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കണം. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടരുണ്ട്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർ ആത്മാവ് ഉണ്ടെന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആത്മാവിന്റെ പ്രവർത്തികളെ എല്ലാം അവർ വിശ്വസിക്കുന്നില്ല. ബാഹ്യമായ ചില പ്രവൃത്തികളിൽ മാത്രം വിശ്വസിച്ച് ബാഹ്യമായ നമ്മുടെ വികാരങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നവരെ മാത്രം, അങ്ങനെ വ്യാജമായി പറയുന്നവരെ വിശ്വസിച്ച് പോകുന്ന ഒരു കൂട്ടരുണ്ട്. ഈ രണ്ട് കൂട്ടരെ നമുക്ക് ഇന്ന് സഭയിൽ കാണുവാൻ പറ്റും. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ഒരു സന്തുലിതമായി പോകുവാൻ എന്നുള്ള രീതിയിലാണ് നാം പോകേണ്ടത്. വചനത്തെയും നാം ആശ്രയിച്ച്, വചനത്തിൽ നാം നമ്മുടെ അടിസ്ഥാനം വെച്ച്, ക്രിസ്തുവിൽ വേരൂന്നി, അതോടൊപ്പം തന്നെ കൃപാവരങ്ങളിൽ വിശ്വസിച്ച്, ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച്, വിവേചനാത്മാവോടെ എല്ലാത്തിനെയും സ്വീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതാണ് വിവേചനത്തിന്റെ ആത്മാവ് നമുക്ക് വേണമെന്ന് ഞാൻ പറയുന്നത്. എന്താണ് സത്യം, എന്താണ് ഭോഷ്ക് എന്ന് തിരിച്ചറിയാനുള്ള ഒരു തിരിച്ചറിവ് എല്ലാ വിശ്വാസികൾക്കും വേണം. ഒരു തിരിച്ചറിവ് ദൈവ പൈതലിന് വേണം. ആ വിവേചനം ഇല്ലാത്തതാണ് ഇന്നത്തെ സഭയുടെ പ്രധാന കുഴപ്പം എന്ന് പറയുന്നത്. നമുക്ക് സത്യം എന്താണ്, കള്ളം എന്താണെന്ന് അറിയില്ല. സോഷ്യൽ മീഡിയയുടെ ഒക്കെ അതിപ്രസരം അതിനൊക്കെ ഒരു കാരണമാണ്. കാരണം 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പുള്ള സ്ഥിതിയല്ല ഇന്നത്തെ സ്ഥിതി. അന്ന് നാം കൺവെൻഷനുകളിൽ പോകണം പ്രസംഗം കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ സഭായോഗങ്ങളിൽ പോകണം, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകണം ഒരു പ്രസംഗം കേൾക്കണമെങ്കിൽ. ഇന്നെന്നാ അതല്ല, നമ്മുടെ കൺമുമ്പിലാണ്, നമ്മുടെ കയ്യിലാണ്, ഫോണിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ, നമ്മുടെ ഫോണിൽ നമ്മൾ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ നമുക്ക് പലവിധ പ്രസംഗങ്ങളെ നമുക്ക് കേൾക്കാൻ പറ്റും. നമുക്ക് ഏത് ടൈപ്പ് വേണമെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള പ്രസംഗം നമുക്ക് കേൾക്കുവാൻ പറ്റും, അല്ലേ? നമ്മുടെ ഇമോഷൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് കൊടുത്താൽ, എന്ത് കീവേഡ് നമ്മൾ ടൈപ്പ് ചെയ്തോ അതിനൊത്തവണ്ണമുള്ള പ്രസംഗങ്ങളെ നമുക്ക് ഇഷ്ടം പോലെ ആയിരം കണക്കിനുള്ള പ്രസംഗങ്ങളാണ് നമുക്ക് യൂട്യൂബിലും മറ്റ് മീഡിയാസിലും ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് കേൾക്കുവാനാണ് നമുക്ക് താല്പര്യം. എന്നാൽ യഥാർത്ഥമായി ദൈവവചനം ഈ 66 പുസ്തകങ്ങളും പറയുന്ന പലവിധ കാര്യങ്ങൾ, പലവിധ ടോപ്പിക്കുകളാണ് ഈ 66 പുസ്തകങ്ങൾ നമ്മൾ കാണുവാൻ പറ്റുന്നത്. പ്രധാനമായും യേശുക്രിസ്തുവിനെയാണ് യേശുക്രിസ്തുവിനാണ് ഈ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് മൊത്തം. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം, അല്ലെങ്കിൽ യേശുക്രിസ്തു പറഞ്ഞ ഉപദേശങ്ങൾ, ഇതൊക്കെയാണ് അപ്പോസ്തലന്മാർ പിന്നീട് സഭയെ പ്രബോധിപ്പിച്ചത്. പിന്നീടുള്ള ലേഖനങ്ങൾ നമ്മൾ കാണുന്നതാണ്. എന്നാൽ ഇതൊന്നും വകവെക്കാതെ നമ്മുടെ വികാരങ്ങളെ മാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ കേൾക്കുകയാണ് പലപ്പോഴും ഇന്ന് ആളുകൾക്ക് താല്പര്യം. ആർക്കും അറ്റൻഷൻ സ്പാൻ ഇല്ല ഇന്ന്, അല്ലെ? ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡിൽ ഒരു റീല് കണ്ട് അടുത്തതിലോട്ട് സ്വൈപ്പ് ചെയ്യുക. എന്നാൽ എന്താണ് യഥാർത്ഥമായി പറയുന്നതെന്ന് പോലും നമുക്ക് കേൾക്കുവാൻ ഇന്ന് സമയമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവിടെയാണ് യൂദാ പറയുന്നത്, നാം ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിക്കണം. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ അറ്റൻഷൻ 5 സെക്കൻഡിൽ 10 സെക്കൻഡിൽ പിടിച്ചു പറ്റുവാൻ കഴിവുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അല്ലെങ്കിൽ ഒരുപാട് പ്രാസംഗികർ ഉള്ള കാലഘട്ടമാണ് ഇന്ന്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ആദ്യത്തെ 5 സെക്കൻഡിൽ 10 സെക്കൻഡിൽ നമുക്കൊന്ന് അറ്റൻഷൻ കിട്ടിയാൽ പിന്നീട് അവർ പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ സത്യമാണോ പറയുന്നത് അതോ ഭോഷ്കാണോ പറയുന്നുള്ളത് ചിന്തിക്കാനുള്ള ഒരു 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 ലോജിക്കൽ ഒരു കൺക്ലൂഷനിലൂടെ നമ്മൾ അവസാനം പോകാറില്ല. മറിച്ച് അവർ പറയുന്നത് ഏറ്റെടുക്കുക ചെയ്യുന്നത്. കാരണം നമ്മുടെ അന്നേരത്തെ ഒരു ഭാരം, അന്നേരത്തെ ഒരു വേദന ചിലപ്പോൾ തീർത്തു തരുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമായിരിക്കാം അത്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് മെസ്സേജ് ആയിരിക്കും, ഒരു റീൽ ആയിരിക്കാം അത്. നാം അതിൽ കുടുങ്ങിപ്പോകരുത്. അതാണ് എനിക്ക് പറയുവാനുള്ളത്. അതായത് ഞാൻ ഈ 5 കൂട്ടരെ യൂദായുടെ ലേഖനത്തിൽ നിന്ന് കാണിച്ചു തന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവരെല്ലാം ഇന്നും ദൈവസഭയിലുണ്ട്. വചനത്തെ കളിയാക്കുന്നവർ, അതായത് പരിഹസിക്കുന്നവർ, അധാർമികത പ്രവർത്തിക്കുന്നവർ, ഭിന്നത ഉണ്ടാക്കുന്നവർ, പ്രാകൃതർ, ആത്മാവില്ലാത്തവർ, ഈ 5 കൂട്ടർ ഇന്ന് ദൈവസഭയിലുണ്ട്. പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് സഭകളുണ്ട്, വേർപെട്ട സമൂഹങ്ങളിലുണ്ട്. ഇവരൊന്നും സാമുദായിക സഭകളുടെ കാര്യങ്ങൾ മാത്രമല്ല ഞാനീ പറയുന്നത്. സാമുദായിക സഭകളിലും വേർപെട്ട് അവർക്ക് പള്ളിയിൽ നിന്ന് പുറത്തു വരാതെ ആയിരിക്കുന്നവരുണ്ട്, അല്ലെ? അങ്ങനെയുള്ളവരുണ്ട്. അതുപോലെ വേർപെട്ട സമൂഹം എന്ന പേർ പറഞ്ഞ് പെന്തിക്കോസ്ത് സഭകളിലും അല്ലെങ്കിൽ വേർപാട് സമൂഹത്തിലും ഒക്കെ ഉള്ളവർ അനേകർ ഉണ്ട്. ഈ സഭകളിലൊക്കെ ഇവരെ നമുക്ക് കാണുവാൻ പറ്റും. ഇവരൊക്കെയും രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെട്ടും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചും കൃപാവരങ്ങളെ പ്രാപിച്ചും വേർപെട്ട് നടക്കുന്ന വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകളാണ് ഈ 5 കൂട്ടരായി നമ്മൾ കാണുന്നത്. അവരെ നാം സൂക്ഷിക്കണം, അവരോട് നാം അകലം പ്രാപിക്കണം, അവരോട് നാം അകലം പാലിക്കണം, അവരോട് ജാഗ്രതയുള്ളവരായിരിക്കണം. നാം അതിൽ കുടുങ്ങിപ്പോകരുത്. നാം ഇവരിൽ ഒരാളെ പോലെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ സമയം ബോസ്റ്റൺ പ്രയർ ലൈനിൽ ദൈവം എന്നെ ഏൽപ്പിച്ച ഈ ദൂത്
ഞാൻ പറയും ഇന്നത്തെ കാലഘട്ടം വളരെ അപകടകരമായ കാലഘട്ടത്തിലൂടെയാണ് ദൈവസഭ കടന്നു പോകുന്നത്. സത്യം ഏതാണ്, ഭോഷ്ക് ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. നമുക്കിഷ്ടമുള്ള അനേക ദൈവദാസന്മാർ, നമുക്കിഷ്ടമുള്ള വചനം പ്രസംഗിക്കുന്ന അനേക ദൈവദാസന്മാര് വീണുപോയ ഒരു കാലഘട്ടം, അല്ലെങ്കിൽ വീണ് പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം പൊക്കോണ്ടിരിക്കുന്നത്. പലരും കൺവെൻഷൻ സ്റ്റേജുകളിൽ വളരെയധികം അഭിഷേകത്തോടെ പ്രസംഗിക്കുന്നവർ, എന്നാൽ സഭയിൽ വരുമ്പോൾ രാഷ്ട്രീയം കളിക്കുന്നവർ, ഭിന്നതയുണ്ടാക്കുന്നവർ, ഗ്രൂപ്പിസം കളിക്കുന്നവർ, അല്ലേ? ഉന്തും തള്ളിലും നമ്മൾ മീഡിയയിൽ കാണുന്നുണ്ട്. ഉന്തുകയും തള്ളുകയും ചെയ്യുന്ന പാസ്റ്റർമാർ, ഉന്തുകയും തള്ളുകയും ചെയ്യുന്ന വിശ്വാസികൾ. ഇവരെന്താണ് കൺവെൻഷൻ സ്റ്റേജുകളിൽ പ്രസംഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരെന്താണ് സഭകളിൽ പ്രസംഗിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയധികം വേദനയോടെയാണ് ഇന്ന് രാവിലെ ഈ പ്രയർ ലൈനിൽ ഞാൻ ആയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോഷ്യൽ മീഡിയയിലൂടെ അവരെ കളിയാക്കുന്നവർ, അവരെ പരിഹസിക്കുന്നവർ. എന്നാൽ വിശുദ്ധരെന്ന വ്യാജേന ഈ വീഡിയോകളെല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് ഇവരെല്ലാം കാണിക്കുന്ന എന്താണ്? നമ്മളാണ് വിശുദ്ധന്മാരെന്ന് പറയുന്ന വേറൊരു കൂട്ടർ. ഇങ്ങനെ പല രീതിയിൽ ദൈവസഭയിൽ അധാർമികത പ്രവർത്തിക്കുന്നവരെയും ഭിന്നത പ്രവർത്തിക്കുന്നവരെയും രാഷ്ട്രീയം കളിക്കുന്നവരെയും നമുക്ക് കാണാൻ പറ്റും. ഇവരാരും ദൈവരാജ്യം അവകാശമാക്കില്ല. വളരെ കൃത്യമായി ഞാൻ പറയുകയാണ്, സ്പഷ്ടമായി പറയുകയാണ്, ഇവരാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അവരെക്കുറിച്ചാണ് യൂദ ഇന്ന് മുന്നറിയിപ്പ് നൽകുന്നത്. നാം ഇവരിൽ ഒരാളായി തീരരുത്, നാം കുടുങ്ങിപ്പോകരുത്, പാപത്തിന്റെ പ്രവൃത്തികളിൽ നാം കുടുങ്ങിപ്പോകരുത്, നാം ഇവരിൽ ഒരാളായി തീരുവാൻ പാടില്ല. അവരോട് നാം അകലം പ്രാപിക്കണം. അധാർമികത പ്രവർത്തിക്കുന്നവർ, വചനത്തെ കളിയാക്കുന്നവർ, ഭിന്നതയുണ്ടാക്കുന്നവർ, പ്രാകൃതർ, ആത്മാവില്ലാത്തവർ. എന്നിട്ടാണ് യൂദായുടെ ലേഖനം 20-ാം വാക്യം നമ്മൾ റിജി ബ്രദർ വായിച്ചത്. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പോൾ ഇവിടെ ദൈവസ്നേഹത്തിൽ നമ്മെ എങ്ങനെ സൂക്ഷിക്കാം? അതായത് ഈ 5 കൂട്ടരെ നമ്മൾ ഓൾറെഡി തിരിച്ചറിഞ്ഞു. അതായത് ഈ 5 കൂട്ടർ മുമ്പേ പറഞ്ഞ ഈ 18-ലും 19-ലും പറഞ്ഞ 5 കൂട്ടരെ നമ്മൾ ഓൾറെഡി തിരിച്ചറിഞ്ഞു. അവരുടെ ആട്രിബ്യൂട്ട്സ്, അവരുടെ ഫീച്ചേഴ്സ്, അവരെങ്ങനെയാണ് ദൈവമക്കളാണെന്ന് പറയുകയും എന്നാൽ യഥാർത്ഥത്തിൽ അവർ വചനം അനുസരിക്കാത്തവരാണ്, വചനത്തെ പരിഹസിക്കുന്നവരാണ്, അധാർമികത പ്രവർത്തിക്കുന്നവരാണ്, ഭിന്നത ഉണ്ടാക്കുന്നവരാണ്, പ്രാകൃതരാണ്, ആത്മാവില്ലാത്തവരാണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു. അപ്പോൾ അവരെപ്പോലെ ആകാതെ, അവരിൽ ഒരാളായി തീരാതെ എങ്ങനെ യഥാർത്ഥമായി വചനത്തെ അനുസരിക്കുന്ന ഒരു ദൈവപൈതലായി തീരാം, എങ്ങനെ നമുക്ക് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാം എന്നുള്ളതാണ് പിന്നീടുള്ള 2 വാക്യത്തിൽ നമ്മൾ കാണുന്നത്, 20-ലും 21-ലും കാണുന്നത്. എങ്ങനെ നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കുന്നത്? ആദ്യം പറയുന്നത് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. മൂലഭാഷയിൽ നമ്മൾ കാണുമ്പോൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയുക. ബിൽഡ് യുവർ സെൽസ്, ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആണ്. ബിൽഡ് യുവർ സെൽസ് ഇൻ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ബിൽഡ് യുവർ സെൽസ്, നമ്മെ തന്നെ പണിയണം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. ആത്മീയ വർധന വരുത്തുക എന്നുള്ള ട്രാൻസ്ലേഷനും കറക്റ്റ് തന്നെയാണ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ വേണ്ടിയാണ് നമ്മെ തന്നെ പണിയണം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്ന ആദ്യത്തെ കാര്യം, എങ്ങനെ സൂക്ഷിക്കാം? നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയുക. രണ്ടാമത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. മൂന്നാമത്, കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക, പ്രതീക്ഷയോടെ കാത്തിരിക്കുക. വിത്ത് ആന്റിസിപ്പേഷൻ, ഇംഗ്ലീഷിൽ നമ്മൾ പറയും വിത്ത് ആന്റിസിപ്പേഷൻ എക്സ്പെക്ട് ഫോർ ദ മെർസി എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും. അങ്ങനെ 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് 20-ലും 21-ലും. എന്താണ് പറയുന്നത്? ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. ഈ 5 വിധ കാര്യങ്ങൾ, ഈ 5 വിധ പാപപ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരിൽ ഒരാളായി തീരാതെ നമുക്ക് നമ്മെ തന്നെ എങ്ങനെ വേർപെടുത്താം, അല്ലെങ്കിൽ നമ്മെ തന്നെ ഒരു വേർപെട്ട സമൂഹമായി നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? അങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വായിച്ചത്. ആദ്യം നമ്മൾ ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം. ആ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? അതാണ് നമ്മൾ കണ്ടത്. അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയുക, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, മൂന്നാമത് കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. ഇങ്ങനെ 3 വിധ കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന എന്ന് പറയുന്നത്? ഇത് നമ്മുടെ പേഴ്സണൽ വിശ്വാസമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നാം മനസ്സിലാക്കേണ്ടത്, എബ്രായർ 11-ൽ കാണുന്ന വിശ്വാസമോ നമ്മുടെ
കർത്താവിൽ നാം കർത്താവിനെ നാം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പേഴ്സണൽ വിശ്വാസത്തെ പറ്റിയല്ല, മറിച്ച് ഇത് വിശ്വാസ പ്രമാണങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുന്നത് അതിവിശുദ്ധ ദ ടെനൻസ് ഓഫ് ഫെയ്ത്ത്, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഉപദേശങ്ങൾ, നമ്മുടെ ഡോക്ട്രിൻസ് എന്നുള്ളതാണ്. പൗലോസ് കൃത്യമായിട്ട് തന്നെ ഞാൻ അതിലേക്കൊന്നും സമയം കുറവ് കാരണം പോകുന്നില്ല. പൗലോസും കൃത്യമായിട്ട് തന്നെ ലേഖനങ്ങളിൽ ഈ വിശ്വാസത്തെ പറ്റി പറയുന്നുണ്ട്. പല പല ലേഖനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഉപദേശങ്ങളെ പറ്റിയാണ് ഇവിടെ പൗലോസ് യൂദയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ, നമ്മുടെ ഉപദേശങ്ങൾ, ദ ഡോക്ട്രിൻസ് ഓഫ് ഫെയ്ത്ത്, ടെനൻസ് ഓഫ് ഫെയ്ത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നത്, നമ്മുടെ ഫൗണ്ടേഷണൽ ഡോക്ട്രിൻസ്, അത് കർത്താവ് വില കൊടുത്ത് വാങ്ങിച്ചതാണ്, അല്ലേ? വിശുദ്ധനായ കർത്താവ് വിശുദ്ധരല്ലായിരുന്നവരെ, അശുദ്ധരായിരുന്നവരെ വില കൊടുത്ത്, തന്റെ പ്രാണൻ കൊടുത്ത്, തന്റെ തന്റെ രക്തത്താൽ നമ്മെ വിലയ്ക്ക് വാങ്ങി നമ്മെ വിശുദ്ധരാക്കി തീർത്തു. അപ്പോൾ ഇത് അതിവിശുദ്ധ വിശ്വാസമാണ്. അതായത് വിശുദ്ധനായ ദൈവത്തിന്റെ പ്രമാണങ്ങളെ പാലിപ്പാനാണ് കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്, അല്ലെ? അതിവിശുദ്ധനായ കർത്താവ് അശുദ്ധരായിരുന്ന നമ്മെ തന്റെ പ്രാണൻ കൊടുത്ത്, തന്റെ രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി അവസാനത്തോളം പോരാടുന്നതിന് വേണ്ടിയാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പോൾ ഈ വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ നാം പ്രതിബദ്ധരായിരിക്കണം. നാം അതിന് ആണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതായത് നമ്മെ ദൈവം വിളിച്ചിരിക്കുന്നത് പൗലോസ് പറഞ്ഞതുപോലെ, അല്ലെ പത്രോസ് തന്റെ ലേഖനങ്ങളിൽ പറയുന്നത് പോലെ, ഈ വിശ്വാസം പ്രമാണിക്കുവാൻ വേണ്ടിയാണ്, ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ വേണ്ടിയാണ്, ഈ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ വേണ്ടിയാണ്. നമുക്ക് പെട്ടെന്ന് കൊലോസ്യ ലേഖനം ഒന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2:6-7 നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 2:6-7. അവിടെ പറയുന്നത്, ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടക്കുവീൻ, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരുപ്പീൻ. അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് അതിവിശുദ്ധ വിശ്വാസത്തിൽ നമുക്ക് നമ്മെ തന്നെ പണിയാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന്. അവനിൽ വേരൂന്നിയും, അതുകൊണ്ടാണ് ഞാൻ ഈ വാക്യം വായിച്ചത്. ആരിൽ വേരൂന്നി? ക്രിസ്തു യേശുവിൽ വേരൂന്നിയും, റൂട്ടഡ് ഇൻ ഹിം, അവനിൽ വേരൂന്നിയും ആത്മീയ വർധന പ്രാപിച്ചും. അവിടെ ബിൽറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ കാണുന്നത്. ഹാവിങ് ഫേംലി റൂട്ടഡ് ആൻഡ് നൗ ബീങ് ബിൽറ്റ് അപ്പ് ഇൻ ഹിം. നമ്മെ തന്നെ അവനിൽ പണിയണം. അതെങ്ങനെയാണ് അവനിൽ പണിയുന്നത്? നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വീട് നമുക്കറിയാം, ഒരു വീടിന്റെ അടിസ്ഥാന കല്ല്, ഒരു കോർണർ സ്റ്റോൺ ഇട്ടിട്ടാണ് ഒരു വീട് പണിയുന്നത്, അല്ലെ? ഒരു അടിസ്ഥാനമില്ലാതെ ഒരു വീടിന് നിൽക്കാൻ കഴിയുകയില്ല. നമുക്ക് മത്തായിയുടെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറയുന്നുണ്ട്, മണലിന്മേൽ പണിത വീടും കല്ലിന്മേൽ പണിത വീടും. അപ്പം ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മഴയും കാറ്റും അടിക്കുമ്പോൾ അത് താഴെ പോകത്തില്ല. എന്നാൽ മണലിന്മേൽ പണിത വീടിന് എന്താണ് പറ്റുന്നത്? കാറ്റടിക്കുമ്പോൾ അത് താഴെ പോകും. നമ്മുടെ ഫൗണ്ടേഷൻ, നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തു യേശുവാണ് നമ്മുടെ അടിസ്ഥാനക്കല്ല്, നമ്മുടെ കോർണർ സ്റ്റോൺ എന്ന് പറയുന്നത്. ക്രൈസ്റ്റ് ഇസ് അവർ കോർണർ സ്റ്റോൺ. നമ്മൾ പാട്ടുകളൊക്കെ പാടാറുണ്ട്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. ആ അടിസ്ഥാന കല്ലിന്മേലാണ് നമ്മെ ദൈവം പണിതുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിന്മേലാണ് നമ്മെ വെച്ചിരിക്കുന്നത്. നമ്മുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്, എൻ്റെ അടിസ്ഥാനം അത് ക്രിസ്തുവിൽ എന്ന പാട്ട് നമ്മൾ പാടാറുണ്ടല്ലോ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അടിസ്ഥാനം യേശു ക്രിസ്തുവാണ്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. നിങ്ങൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ പണിയണം. അതെങ്ങനെയാണ് നാം പണിയുന്നത്? അതാണ് പറയുന്നത്, അവനിൽ വേരൂന്നി. കൊലോസി ലേഖനം 2:6-7 പറയുന്നത്, ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തരുന്നത്തോളം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിക്കുവീൻ. അങ്ങനെ ഇരിക്കുവാൻ നമുക്ക് പറ്റണം. അതായത് നാം കർത്താവിന്റെ ഉപദേശങ്ങളെ പ്രമാണിക്കണം, നാം അവന്റെ ഉപദേശങ്ങളെ അനുസരിക്കണം. അങ്ങനെയാണ് നമുക്ക് കർത്താവിന്മേൽ നമ്മളെ തന്നെ പണിയുവാൻ പറ്റുന്നത്. നാം പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പുകൾ നൽകി തരുമ്പോൾ, നാം പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്താണോ പറയുന്നത് പൂർണ്ണമായി അനുസരിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. പൂർണ്ണമായി അനുസരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഓരോ ദൈവ പൈതലിനും ഉണ്ട്, എല്ലാ ദൈവമക്കൾക്കും ഉണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി അനുസരിക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ പണിയുകയാണ് ചെയ്യുന്നത്. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനെ നാം അനുസരിക്കുമ്പോൾ നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്
കർത്താവിന്റെ ക്രൂശ് മരണവും കർത്താവിന്റെ ഉയർപ്പുമാണ്. അല്ലേ? അതാണ് നമ്മുടെ ബേസിക് ഡോക്ട്രിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനമാണ്. അതാണ് 1 കൊരിന്തി 15 അധ്യായത്തിൽ പൗലോസ് കൃത്യമായി അതിനെപ്പറ്റി പറയുന്നുണ്ട്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് ലഭിച്ച ജീവൻ, അശുദ്ധരായിരുന്ന നമ്മെ, ദൈവത്തിൽ നിന്ന് വേർപെട്ടിരുന്ന നമ്മെ, ദൈവത്തിൽ നിന്ന് നാം മാറി പാപത്തിൽ പൊക്കോണ്ടിരുന്ന നമ്മെ പിതാവായ ദൈവം തിരികെ വിളിച്ചു. എങ്ങനെയാണ് വിളിച്ചത്? പിതാവായ ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിലൂടെ നമുക്ക് സൗജന്യമായി തന്റെ കൃപ നൽകി തന്നു, നമുക്ക് നിത്യജീവനെ നൽകി തന്നു. ആ നിത്യജീവനെ നാം പ്രാപിച്ചു. ആ നിത്യജീവൻ നാം രക്ഷിക്കപ്പെട്ടു. നാം കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞു. പിന്നീട് നമ്മുടെ ജീവിതം, അതായത് ഓൾറെഡി നമ്മൾ കർത്താവിൽ അടിസ്ഥാനം വെച്ചിരിക്കുകയാണ് നാം രക്ഷിക്കപ്പെടുമ്പോൾ. പിന്നീട് നാം നമ്മെ തന്നെ പണിയണം. എങ്ങനെയാണ് പണിയുന്നത്? ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയാണ് പണിയുന്നത്. മറ്റ് സഭയുടെ പുറത്തു നിന്ന് കേൾക്കുന്ന കാര്യങ്ങളോ ലോക കാര്യങ്ങളോ വ്യാജാത്മാക്കൾ പറയുന്നതോ വ്യാജ ഉപദേഷ്ടകന്മാർ പറയുന്നതോ കള്ളപ്രവാചകന്മാർ പറയുന്നതോ കേട്ടല്ല നമ്മളെ തന്നെ പണിയേണ്ടത്. മറിച്ച് അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയാണ് നാം നമ്മെ തന്നെ പണിയുന്നത്. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ്, ഈ ദൈവവചനത്തെ ആധാരമാക്കിയാകണം നാം നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം പണിയേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ പറയുന്നതോ, അതിനാണ് ഞാൻ മുമ്പേ പറഞ്ഞത് വിവേചനാത്മാവ് നമുക്ക് വേണമെന്ന് പറയുന്നത്. വിവേചനത്തിന്റെ വരം നമുക്ക് വേണമെന്ന് പറയുന്നതിന്റെ കാരണം ഭോഷ്ക് ഏതാണ്, സത്യം ഏതാണെന്ന് തിരിച്ചറിവ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോകുന്നത് നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിൽ അല്ലാത്തതുകൊണ്ട്, നമ്മുടെ അടിസ്ഥാനം ഈ സത്യോപദേശത്തിൽ അല്ലാത്തതുകൊണ്ട്, നമ്മുടെ ഈ അടിസ്ഥാനം ദൈവവചനത്തിൽ അല്ലാത്തതുകൊണ്ട്. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ, നമ്മുടെ അടിസ്ഥാനം ഈ പത്യോപദേശത്തിലാണെങ്കിൽ, നമ്മുടെ അടിസ്ഥാനം സത്യവചനത്തിൽ ആണെങ്കിൽ നമുക്ക് സത്യം ഏതാണ് ഭോഷ്ക് ഏതാണെന്ന് തിരിച്ചറിയുവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് പണിയാൻ പറ്റുകയുള്ളൂ. അപ്പം നമുക്ക് ഈ പൗലോസിന്റെ ലേഖനം നമ്മൾ പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് 1 തെസ്സലോനിയർ 5:11 ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുകയും. അപ്പോൾ നമുക്ക് നമ്മെ തന്നെ പണിയുവാൻ സാധിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന എന്താണ്? അന്യോന്യം പ്രബോധിപ്പിക്കാൻ പറ്റും. അല്ലേ? അന്യോന്യം ആത്മീയ വർധന വരുത്താൻ പറ്റും. നമുക്ക് നമ്മളെ തന്നെ പണിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്തുന്നത്? നമുക്ക് നമ്മളെ തന്നെ പണിയാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ പ്രബോധിപ്പിക്കാൻ പറ്റുന്നത്? നമുക്ക് സാധിക്കുകയില്ല. അപ്പൊ ആദ്യം നമ്മൾ നമ്മളെ തന്നെ പണിയണം. പലപ്പോഴും ഇന്ന് ദൈവസഭയിൽ പറ്റുന്ന കാര്യം, നമ്മളെ തന്നെ പണിയുന്നില്ല. നമ്മുടെ കണ്ണിലെ കോലെടുക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കോലെടുക്കുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആദ്യം നമ്മൾ നമ്മളെ തന്നെ പണിയണം. നമ്മളിലുള്ള തെറ്റുകളെ കണ്ടുണർന്ന്, നമ്മൾ മുമ്പേ കണ്ടതുപോലെ 5 കൂട്ടരിലുള്ള ഒരാളാണോ എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് ശോധന ചെയ്ത് അവരിൽ ഒരാളല്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ടാവണം. അങ്ങനെ ആയിക്കഴിഞ്ഞ് സ്വയം ആത്മീയ വർധന വരുത്തി സ്വയം പണിത് കഴിഞ്ഞിട്ടാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ മറ്റുള്ളവർക്ക് ആത്മീയ വർധന വരുത്താൻ പറ്റുകയുള്ളൂ. 1 തെസ്സലോനിയർ 5:11 കാണുന്ന പോലെ തമ്മിൽ പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവീൻ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ, അല്ലെങ്കിൽ നമുക്ക് ആത്മീയ വർധന സ്വയമായി വരുത്തുവാൻ പറ്റണം. അല്ലേ? അതെങ്ങനെയാണ് വരുത്തുന്നത്? ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി വരുത്തുവാനേ പറ്റുകയുള്ളൂ. വേറൊന്നും കൊണ്ടും സാധിക്കുകയില്ല. യാതൊരു ഷോർട്ട് കട്ട്സും ഇല്ല. ദൈവം തന്നിരിക്കുന്ന ഈ വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായുള്ള ഒരു ക്രിസ്തീയ ജീവിതമാണ് നാം നയിക്കേണ്ടത്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ദൈവം തയ്യാറല്ല, നമ്മളും തയ്യാറായിരിക്കരുത്. അല്ലേ? ഇന്നത്തെ ദൈവസഭയിൽ കാണുന്നൊരു പ്രധാന വീഴ്ച അതാണ്. നമ്മുടെ ഈ വചനത്തിൽ പലവിധ വിട്ടുവീഴ്ചകൾക്ക് നമ്മൾ തയ്യാറാവുന്നു. അത് സാരമില്ല, അത് കുഴപ്പമില്ല, പറഞ്ഞിട്ട് പോട്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കരുത് നമ്മൾ. അല്ലേ? ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ളവരല്ലേ ആയിരിക്കാം, നമ്മുടെ കുടുംബസ്ഥരായിരിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു പാസ്റ്റർ ആയിരിക്കാം, ഒരു ഉപദേഷ്ടാവായിരിക്കാം. കുഴപ്പമില്ല, ഇന്ന് പറഞ്ഞിട്ട് പോട്ടെ, ഇപ്പൊ എന്തോ ചെയ്യാനാ എന്നുള്ള ഒരു അലസ മനോഭാവമായിരിക്കരുത്. അല്ലേ? അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി ആണ് നമുക്ക് തന്നെ നാം ആത്മീയ വർധന വരുത്തുന്നു എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നാം കേൾക്കുന്നതും ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കിയുള്ള പ്രസംഗങ്ങളായിരിക്കണം. അല്ലെ? ഈ അതിവിശുദ്ധ വിശ്വാസത്തിന് യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും നാം തയ്യാറായിരിക്കരുത് ഒരു ദൈവ പൈതൽ. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. ഈ അതിവിശുദ്ധ വിശ്വാസത്തെ, ഈ വിശ്വാസ പ്രമാണങ്ങളെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ പഠിപ്പിച്ച
ഒന്നാം നൂറ്റാണ്ടിലെ സഭ ആചരിച്ച അല്ലെങ്കിൽ കൊണ്ടാടിയ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെ മറികടന്ന് അതിനെതിരായുള്ളത് ഒന്നും നാം സ്വീകരിക്കരുത്. അതാണ് ഇന്ന് രാവിലെ സമയം എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ അതിവിശുദ്ധ വിശ്വാസം, നമ്മുടെ ഉപദേശം വചനത്തിൽ നിന്നുള്ളതായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ഉപദേശങ്ങളിൽ മാത്രം ആയിരിക്കണം നമ്മുടെ നമ്മുടെ കോൺസെൻട്രേഷൻ, അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ ആയിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അല്ലെങ്കിൽ വീഴുവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ അടിസ്ഥാനക്കല്ല്, നമ്മുടെ മൂലക്കല്ല് കർത്താവ് അല്ലെങ്കിൽ നാം വീഴുവാൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുവാൻ സാധ്യതയുണ്ട്. പാപത്തോടെ എന്നുവേ പറഞ്ഞ പോലെ നമുക്കൊരു ആകർഷണമുണ്ട് നമ്മുടെ ശരീരത്തിന്. അപ്പോൾ ഈ പാപത്തിൽ ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഏർപ്പെടണ്ട എങ്കിൽ, അങ്ങനെ അവരിൽ ഒരാളായി തീരണ്ട എങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യം, ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയണം. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. രണ്ടാമത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക. ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും. പെട്ടെന്ന് നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് കേൾക്കുമ്പോൾ ആ, ആ, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കുണ്ട്, പ്രത്യേകിച്ച് പെന്തിക്കോസ്തുകാർക്കിടയിൽ. അതുമാകാം, അതല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ പ്രധാനമായി ഈ പശ്ചാത്തലത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനോട് പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനോടനുബന്ധിച്ച് നമ്മൾ കൃത്യമായി അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന റോമർ 8:26 27 പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് റോമർ 8:26 27 നമ്മൾ കാണുന്നുണ്ട്. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആത്മാവിന്റെ ചിന്ത എന്താണ്? ആത്മാവ് എന്താണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലേ? അപ്പൊ പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുക. നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കാം, പൗലോസ് പറയുന്ന പോലെ. അല്ലെങ്കിൽ നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ആത്മാവ് നമുക്ക് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ, അതല്ലേ നമ്മൾ വായിച്ചത്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഒരുമിച്ച് നമ്മുടെ ആത്മാവും പരിശുദ്ധാത്മാവും ഒത്തുചേർന്ന് ആ യൂണിയനിൽ, ഇൻ അക്കോർഡൻസ് വിത്ത് ദ വിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നുണ്ട്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ വിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം നാം പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയല്ല, നമ്മുടെ പേഴ്സണൽ പ്രെയർ റിക്വസ്റ്റുകളെ പ്രാർത്ഥിക്കുകയല്ല, അല്ലേ? നമ്മുടെ ഡിസയേഴ്സിനെയോ നമ്മുടെ നെസസിറ്റീസിന്, നമ്മുടെ നീഡ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളെയോ നമ്മുടെ ആവശ്യങ്ങളെയോ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഇവിടെ പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മെ ക്രിസ്തുവിനോട് അനുരൂപമാക്കുക ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ക്രിസ്തുവിനോട് അനുരൂപമാക്കുന്ന ദൈവമായ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നുണ്ട്. ആ പരിശുദ്ധാത്മാവിൽ ആയിരിക്കണം നാം പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന വാക്കുകളെയാണ് നാം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് വാക്കുകൾ നഷ്ടപ്പെടും, നമുക്ക് വാക്കുകൾ ഇല്ലാതെ പോകുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് വാക്കുകളെ നൽകിത്തരും. അത് അന്യഭാഷയാകാം ചിലപ്പോൾ. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതാണ്. എന്നാൽ അന്യഭാഷ എന്ന കൃപാവരം ലഭിക്കാത്തവരുണ്ട്, അവർക്കും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ പറ്റും. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന പോലെ അന്യഭാഷ ലഭിച്ചവർക്ക് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു തെറ്റായ ധാരണ നമ്മുടെ ഇടയിലുള്ളൂ. അങ്ങനെയല്ല. അന്യഭാഷ എന്ന കൃപാവരം ലഭിക്കാത്തവരും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർക്കും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം നാം പരിശുദ്ധാത്മാവിൽ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനോട് കൂടെ നമ്മുടെ ആത്മാവും പ്രാർത്ഥിക്കുമ്പോഴാണ് നാം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഇന്ന് രാവിലെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. 27 വാക്യം റോമർ 8 എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ആരാണ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നത്? ദൈവമാണ് ഹൃദയങ്ങളെ പരിശോധിക്കുന്നത്. അപ്പൊ ആത്മാവിന്റെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കി അതിനൊത്തവണ്ണമായിരിക്കണം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ പറ്റുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടത് 21 വാക്യത്തില് കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. ഈ നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? കർത്താവിന്റെ രണ്ടാം വരവിൽ നമുക്ക് ലഭിക്കുന്ന കരുണയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് കടന്നു വരുന്നു, അല്ലേ? ഇനിയും കടന്നു വരുന്നു. ഇനിയും
നമ്മെ ചേർക്കുവാൻ അവൻ വീണ്ടും വരുന്നു. അതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ദൈവവൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധരെ ചേർക്കുവാൻ, തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർക്കുവാൻ, തന്നിൽ ആശ്രയിക്കുന്നവരെ ചേർക്കുവാൻ വീണ്ടും വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്, അല്ലേ? അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശ്വാസത്തിൽ ഊന്നി, ആ പ്രത്യാശയിൽ ഊന്നി ആയിരിക്കണം നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കേണ്ടത്. അതാണ് യൂദായുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ പ്രത്യാശ നമ്മളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ മുമ്പേ കണ്ട 5 കൂട്ടർക്ക് അതില്ല. അതുകൊണ്ടാണ് ആ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് അവർ ലോകത്തിന്റെ പുറകെ പോകുന്നത്. ആ പ്രത്യാശ നഷ്ടപ്പെടുമ്പോഴാണ് അവർ വചനത്തെ കളിയാക്കുന്നത്. ആ പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ അവർ അധാർമികത പ്രവർത്തിക്കുന്നത്. ആ പ്രത്യാശ ഇല്ലാത്തപ്പോഴാണ് അവർ ഭിന്നത ഉണ്ടാക്കുന്നത്. ആ പ്രത്യാശ ഇല്ലാത്തപ്പോഴാണ് അവർ പ്രാകൃതരാകുന്നത്. ആ പ്രത്യാശ ഇല്ലാത്തപ്പോഴാണ് അവർ ആത്മാവില്ലാത്തവരായി മാറുന്നത്. ആത്മാവ് ഉണ്ടെന്ന് പറയുന്ന വ്യാജേന പക്ഷേ അവർക്ക് ആത്മാവില്ല, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരായി തീരരുത് നാം. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളെ കണ്ടത്. ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ 20-നും 21-ൽ മനസ്സിലാക്കി. എങ്ങനെയാണ് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച വിശ്വാസ പ്രമാണങ്ങളെ, ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ച ഈ സത്യ ഉപദേശത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയണം. നമുക്ക് തന്നെ ആത്മീയ വർധന വരുത്തണം. പിന്നീട് നമ്മൾ കണ്ടത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് ഏകീഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ ചിന്ത എന്തെന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം നമ്മുടെ ആഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുകയല്ല, മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി ദൈവത്തിന് നമ്മെ എങ്ങനെ പണിയണം, ക്രിസ്തുവിൽ എങ്ങനെ പണിയണം, അത് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ ഹിതത്തിനൊത്തവണ്ണം പരിശുദ്ധാത്മാവിലായിരിക്കണം നാം പ്രാർത്ഥിക്കുന്നത്. വി ഷുഡ് പ്രേ ഇൻ അക്കോർഡൻസ് വിത്ത് ദ വിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. 3ാമത് നമ്മൾ കണ്ടു, കർത്താവിന്റെ കരുണയ്ക്കായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കണം. നമ്മുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നാം ഇന്ന് രാവിലെ സമയം ശോധന ചെയ്യണം. കർത്താവ് വീണ്ടും വരുന്നു വീണ്ടും വരുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടോ? കാത്തിരിക്കുന്നില്ലെങ്കിൽ ഈ രാവിലെ സമയം വചനത്തിൽ നിന്ന് ഞാൻ പറയുന്നു, നമ്മുടെ കർത്താവ് വീണ്ടും വരുന്നു. അവൻ വേഗം വരുന്നു. അവൻ വീണ്ടും വരുന്നു. അവൻ വേഗം വരുന്നു. ആ വരവിനായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അവന്റെ കരുണയ്ക്കായി, അന്ന് ലഭിക്കാൻ പോകുന്ന കരുണയ്ക്കായി നാം പ്രതീക്ഷയോടെ, നിത്യജീവനായിട്ട് പ്രതീക്ഷയോടെ നാം കാത്തിരിക്കണം. നിത്യജീവൻ ഓൾറെഡി തുടങ്ങി നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ. എന്നാൽ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിത്യജീവനാണ്, നിത്യമായി ഉള്ള ജീവനാണ് നിത്യജീവൻ. നമുക്കറിയാമല്ലോ, ആ ജീവനൊരു അവസാനമില്ല. ആ കരുണ ലഭിപ്പാൻ കർത്താവിന്റെ 2ാം വരവിൽ നമുക്ക് ലഭിക്കുന്ന കരുണയ്ക്കായി നാം പ്രതീക്ഷയോടെ കാത്തിരിക്കണം. അതിന് നമുക്ക് വിശ്വാസം വേണം. അതിന് നമുക്ക് ഈ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയണം. അതിന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മുടെ കുറവുകളെ കണ്ടുണർന്ന് കർത്താവിനോട് നാം ക്ഷമ ചോദിക്കേണ്ട കാര്യങ്ങളിൽ ക്ഷമ ചോദിക്കണം. പരിശുദ്ധാത്മാവിൽ നാം പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രത്യാശയോടെ ആയിരിക്കണം നാം ജീവിക്കേണ്ടത്. എന്നിട്ട് 22-ഉം 23-ഉം പറയുന്ന, സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവിൻ, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് നിർത്തുവാൻ ശക്തിയുള്ളവന്, അല്ലെ? അപ്പോൾ ഇനിയും നമുക്ക് മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റിയാണ് പറയുന്നത്, അല്ലെ? 20-ലും 21-ലും നമ്മളെ തന്നെ കുറിച്ച് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ എങ്ങനെ സൂക്ഷിക്കുവാൻ പറ്റും? അങ്ങനെ സൂക്ഷിച്ചാൽ പിന്നീട് നമുക്ക് മറ്റുള്ളവരുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് 22-ലും 23-ലും പറയുന്നത്. ആദ്യം പറയുന്നത് മറ്റുള്ളവരുടെ കരുണ ചെയ്യുക. മൂലഭാഷയിൽ അതിന്റെ ട്രാൻസ്ലേഷൻ നോക്കിയാൽ ഹാവ് മേഴ്സി, അല്ലെ? കരുണ ചെയ്യുക. അതായത് സംശയമുള്ളവർ അനേകരുണ്ട്. യൂദായുടെ സമയത്തും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ഈ വിശ്വാസത്തിൽ സംശയമുള്ളവർ. ഈ വിശ്വാസം ശരിയാണോ? ഈ വിശ്വാസത്തിൽ പൂർണ്ണമായി ഉറച്ചു നിൽക്കാത്തവർ നമ്മുടെ സഭയിൽ ഇന്നുമുണ്ട്, അല്ലെ? അവർ രക്ഷിക്കപ്പെട്ടു, പക്ഷെ അവർക്ക് ഇപ്പോഴും സംശയമാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ കള്ളപ്രവാചകന്മാർ വന്ന് വ്യാജ അല്ലെങ്കിൽ ദുരുപദേശകന്മാർ കടന്നു വന്ന് കൺഫ്യൂസ് ചെയ്യിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ വിവേചനപരമില്ലെങ്കിൽ നാം സംശയാലുക്കളായി തീരും. അങ്ങനെ സംശയാലുക്കളായവരോട് നാം അവരെ എതിർത്ത് നിൽക്കുകയോ അവരെ കണ്ടം ചെയ്യുകയോ അല്ല ചെയ്യുന്നത്, മറിച്ച് അവരോട് നാം കരുണ കാണിക്കണം, അല്ലേ? പലപ്പോഴും ഇന്ന് നടക്കാത്തതാണ്. പലപ്പോഴും ഇന്ന് കരുണയില്ല നമുക്ക്. ആ ഒരു ആട്രിബ്യൂട്ട് നമുക്ക് നഷ്ടപ്പെട്ടു. പലപ്പോഴും ഒരാൾ പാപത്തിൽ ഒന്ന് സ്ലിപ്പായി പോയാൽ നമ്മൾ ഉടനെ അവരെ കണ്ടം ചെയ്യുക ചെയ്യുന്നത്. അവരെ നാം പുറത്താക്കണം, അല്ലെങ്കിൽ അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ
അവര് ദൈവ പൈതലല്ല നമ്മൾ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നത്. അവിടെ നമ്മൾ സീൽ ചെയ്ത് വെക്കുകയോ ചെയ്യുന്നത്. എന്നാൽ നാം ചെയ്യേണ്ടത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് നാം കരുണ കാണിക്കണം. കർത്താവ് നമ്മളോട് കരുണ കാണിച്ചില്ലേ? ഇല്ലേ? നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ വരുവാൻ യാതൊരു യോഗ്യതയില്ലാത്തവരായിരുന്നു, അല്ലേ? പാപത്തിന്റെ കുഴിയിൽ കിടന്നിരുന്ന നമ്മെ, പാപത്തിന്റെ ചേറിൽ കിടന്നിരുന്ന നമ്മെ, നമ്മളോട് കരുണ കാണിക്കാൻ നമുക്ക് യാതൊരുവിധ ക്വാളിഫിക്കേഷനും ഇല്ലായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളോട് കരുണ കാണിച്ചു, അല്ലേ? കർത്താവ് പാപികളായി നമ്മളോട് കരുണ കാണിച്ചെങ്കിൽ സംശയാലുക്കളായവരോട് നമ്മൾ എത്രമാത്രം കരുണ കാണിക്കണം, അല്ലേ? അവർ വിശ്വാസത്തിൽ സംശയാലുക്കളായത് എങ്ങനെയാണ്? സംശയമുള്ളവരായത് എങ്ങനെയാണ്? പലരുടെ ഇൻഫ്ലുവൻസ് കാരണമാണ്. അപ്പോൾ അവരോട് നാം കരുണ കാണിക്കണം. എങ്ങനെയാണ് നാം കരുണ കാണിക്കുന്നത്? അവരെ നാം കൺവിൻസ് ചെയ്യണം. ഇതാണ് യഥാർത്ഥ ഉപദേശം. ഈ വചനത്തിൽ നിന്ന് നാം അവരെ കൺവിൻസ് ചെയ്യണം. നമ്മുടെ 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 എന്തെങ്കിലും കാര്യങ്ങൾ, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് പറഞ്ഞുകൊണ്ടോ നമുക്ക് നമ്മുടെ വാചക കസർത്ത് കൊണ്ടോ ഒന്നുമല്ല നമ്മൾ അവരെ കൺവിൻസ് ചെയ്യേണ്ടത്. മറിച്ച് സംശയമുള്ളവരോട്, അല്ലെ സംശയത്തിലായിരിക്കുന്നവരോട് വചനത്തിൽ നിന്ന് അവരെ കൺവിൻസ് ചെയ്യണം. ഇതാണ് യഥാർത്ഥ ഉപദേശം. യേശുക്രിസ്തുവിന്റെ ഉപദേശം നാം അവരെ പഠിപ്പിക്കണം. അങ്ങനെ സംശയമുള്ളവരോട് നാം കരുണ കാണിക്കണം. അങ്ങനെ കരുണ കാണിച്ചാൽ മാത്രമേ അവർക്ക് തിരികെ വരുവാൻ കഴിയുകയുള്ളൂ. രണ്ടാമത് പറയുന്നത് തീയിൽ നിന്ന് വലിച്ചെടുക്കുക, അല്ലെ? ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുവിൻ. ചിലര് ഓൾമോസ്റ്റ് ഈ വിശ്വാസത്തിൽ നിന്ന് പോയി. സംശയാലുക്കളെ നമ്മൾ ആദ്യം കണ്ടു. അവര് കൺഫ്യൂസ്ഡ്. അവര് ഈ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാണ്, അങ്ങോട്ടും ചായ ഇങ്ങോട്ടും ചായ. അപ്പം അങ്ങനെ നിൽക്കുന്നവരോട് നാം കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം, കമ്പാഷനേറ്റ് ആയിരിക്കണം. നമ്മൾ കമ്പാഷനേറ്റ്ലി വേണം അവരോട് നാം ഇടപെടാൻ. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കും, ചിലർ തീയിലോട്ട് പോയി, തീയിലോട്ട് ചാഞ്ഞു. പക്ഷെ ഇപ്പോഴും ഒരു പ്രതീക്ഷയുണ്ട് യൂദായിക്ക്. അതുകൊണ്ടാണ് പറയുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് സെക്കരിയ 3:1-2 യോശുവയുടെ കാര്യം നമ്മൾ വായിക്കുന്നുണ്ട്. സെരുബ്ബാബേലിന്റെ കാലത്ത് യോശുവയുടെ അങ്കിക്ക് തീ പിടിച്ച്, അതുകൊണ്ട് എന്നിട്ട് ഒരു പുതിയ വസ്ത്രം കൊടുത്ത കാര്യം ഞാൻ അതിലോട്ട് പോകുന്നില്ല, നമുക്ക് അതിനുള്ള സമയമില്ല. അതിന്റെ ഒരു അടിസ്ഥാനം, ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സെക്കരിയ, അത് നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. സെക്കരിയ 3:1-5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ അങ്കിക്ക് തീ പിടിക്കുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് യോശുവയ്ക്ക്, സെരുബ്ബാബേലിന്റെ കാലത്ത്. അപ്പം അവർക്ക് യോശുവയ്ക്ക് പുതിയൊരു വസ്ത്രം കൊടുക്കുന്നതിനെ പറ്റി സെക്കരിയ 3 കാണുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ പറയുന്നത് ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുന്നു. അതായത് ചിലർ തീയിൽ പോയി, പാപത്തിന്റെ തീയിൽ പോയവരുണ്ട്. അവരെ രക്ഷിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ദൈവസഭയിൽ തന്നെ തീയിൽ പോയവരുണ്ട്. പാപത്തിന്റെ തീയിൽ പോയവരെ അവരിൽ നിന്ന് തീയിൽ നിന്ന് നാം രക്ഷിക്കണം. എന്നിട്ട് പറയുന്നത് ജഡത്താൽ കറ പിടിച്ച് അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുകയും. അതായത് ഭയത്തോടെ കരുണ കാണിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മൾ അതുപോലെ ആയി തീരരുത്. ആ ഒരു ദൈവഭയം നമ്മുടെ ഉള്ളിൽ വേണം. നമ്മൾ അവരെ രക്ഷിക്കാൻ പോയി നമ്മളും അവരെ പോലെ ആയി തീരരുത്, അവരിൽ ഒരാളായി തീരരുത്. അതുകൊണ്ടാണ് പറയുന്നത് ഭയത്തോടെ കരുണ കാണിക്കുകയും. അല്ലെങ്കിൽ യൂദ അത് പറയേണ്ട കാര്യമില്ല, കരുണ കാണിക്കുവിൻ മാത്രം പറഞ്ഞാൽ മതി. ഭയത്തോടെ കരുണ കാണിക്കുവിൻ എന്ന് പറഞ്ഞാൽ ആ ദൈവഭയം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ ദൈവഭയത്തോടുകൂടെ ഈ അതിവിശുദ്ധ വിശ്വാസം അതിവിശുദ്ധമാണെന്നും അത് എത്രമാത്രം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നും മനസ്സിലാക്കി ദൈവഭയത്തോടെ പാപത്തിൽ നാം ഏർപ്പെടരുത് എന്നുള്ള ആഗ്രഹത്തോടെ വേണം ഭയത്തോടെ അവരോട് കരുണ കാണിക്കാൻ. കാരണം അത് നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ അടിസ്ഥാനം നഷ്ടപ്പെട്ടാൽ നാമും അവരെ പോലെ ആയിത്തീരും. അവരെ രക്ഷിക്കാൻ പോയി, അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് ദൈവസഭയിൽ. രക്ഷിക്കാൻ പോയി അവരിൽ ഒരാളെ പോലെ ആയിത്തീരും, പാപത്തിലായിരിക്കുന്ന ഒരാളെ പോലെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരുവാൻ പാടില്ല. മറിച്ച് ഭയത്തോടെ കരുണ കാണിക്കണം. എന്ന് വെച്ചാൽ നമ്മുടെ ഈ വിശ്വാസം നാം നഷ്ടപ്പെടുത്തരുത്. അങ്ങനെ ആ ഒരു ഉറപ്പ് നമുക്ക് വേണം. ആ ഉറപ്പിന്മേൽ പരിശുദ്ധാത്മാവിൽ ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ഭയത്തോടെ ദൈവഭയത്തിൽ നാം അവരോട് കരുണ കാണിക്കണം. അപ്പം ഇതാണ് നമുക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അതായത് നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചാൽ, നാം അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിതാൽ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ, കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നാൽ, പിന്നീട് നമുക്ക് മറ്റുള്ളവരോട് ഉത്തരവാദിത്വമാണ് 22-ലും 23-ലും നമ്മൾ വായിച്ചത്. മറ്റുള്ളവരോട് നാം കരുണ കാണിക്കണം. അതായത് സംശയമുള്ളവരോട് നാം കരുണ കാണിക്കണം. അവരെ ഉപേക്ഷിക്കുകയോ അവരെ അടിച്ചമർത്തുകയോ ചെയ്യുകയല്ല, മറിച്ച് സംശയമുള്ളവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുകയും ഇതിന്റെ ആധികാരികത മനസ്സിലാക്കി കൊടുക്കുകയും അവരോട് കരുണയോടെ സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുകയും ചെയ്യുക. രണ്ടാമത് ചില തീയിൽ നിന്ന് വലിച്ചെടുക്കുക. ഞാൻ പറഞ്ഞു സെക്കരിയ 3:2-3 ആണ് അതിന്റെ ആധാരം എന്ന് പറയുന്നത്. ആ അങ്കി പോലും മാറ്റി, അല്ലെ? അങ്കി പോലും മാറ്റുന്ന ഒരു യോശുവയെ നമ്മൾ കാണുന്ന അവിടെ സെരുബ്ബാബേലിന്റെ കാലത്ത്. ഇവിടെ ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. അതായത് പാപത്തിന് തീയിലായിരിക്കുന്നവരുണ്ട്, അവരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. മൂന്നാമത് നമ്മൾക്ക് കണ്ടത് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കുകയാണ്. അതായത് അങ്കി പോലും പകച്ചുകൊണ്ട്, അവരായിരിക്കുന്ന പാപത്തെ പകച്ചുകൊണ്ട് ഭയത്തോടെ, ദൈവഭയത്തോടെ നമ്മൾ അവരിൽ ഒരാളായി തീരരുത്, മറിച്ച് ഭയത്തോടെ നാം അവരോട് കരുണ കാണിക്കണം. എന്നിട്ട്
ഒരു ആശീർവാദം പോലെ ഒരു കൺക്ലൂഷനായിട്ട് യൂദ പറയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ആ ശക്തിയുള്ളവൻ ആരാണ്? കർത്താവാണ്. കർത്താവിന് മാത്രമേ നമ്മളെ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, നമ്മെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി നിർത്തുന്ന ഒരു ദൈവം, അല്ലേ? അങ്ങനെയുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്, അല്ലേ? അതാണ് പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്, വീഴാതെ നമ്മെ സൂക്ഷിക്കുന്ന ഒരു കർത്താവ്, തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി, അല്ലേ? കളങ്കമില്ലാതെ നിഷ്കളങ്കതയോടെ നമ്മളെ നിർത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ്. മൂന്നാമത്, ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്, നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന ഒരു കർത്താവ്. ആ ഒരു കർത്താവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. നമ്മുടെ കഴിവോ നമ്മുടെ പ്രാപ്തിയോ നമ്മുടെ സൽപ്രവൃത്തികളോ അല്ല നമ്മെ നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിർത്തുന്നത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ്, അല്ലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയാണ് നമ്മെ സംരക്ഷിക്കുന്നതും നമ്മെ സൂക്ഷിക്കുന്നതും നമ്മെ നിഷ്കളങ്കരായി ദൈവസന്നിധിയിൽ നിർത്തുന്നതും. അത് നാം ഇന്ന് രാവിലെ സമയം മനസ്സിലാക്കണം. നാം ഭയത്തോടെ വിറയലോടും കൂടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം, അതൊക്കെ സത്യമാണ്. രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ് നാം അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്നാൽ നമ്മെ നിർത്തുന്നത് ദൈവമാണ്. നമ്മുടെ അടിസ്ഥാനം കർത്താവാണ്. അത് നാം ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ സൽപ്രവൃത്തികളല്ല, നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അല്ല, നമ്മുടെ പ്രാർത്ഥനയല്ല, നമ്മുടെ അഭിഷേകമല്ല, നമ്മുടെ അനോയിന്റിങ് അല്ല, നമ്മുടെ ഒന്നുമല്ല നമ്മെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി നിർത്തുന്നത്. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നീതിയാണ്. ആ നീതിയാണ് നമ്മെ സൂക്ഷിക്കുന്നതും നമ്മെ സംരക്ഷിക്കുന്നതും ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി നമ്മെ നിർത്തുന്നതും. ആ നീതിയിൽ ആശ്രയിച്ച് വേണം നമ്മുടെ കാൽച്ചുവടുകളെ ഓരോ ദിവസവും വെക്കുവാൻ. അതാണ് പറയുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. നമ്മെ വീഴ്ത്തുവാൻ, ചതിക്കുഴിയിൽ വീഴ്ത്തുവാൻ പിശാച് തക്കം പാർത്ത് കാത്തിരിക്കുക, അല്ലേ? ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്നാണ് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നത്, അല്ലെ? അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്ന പിശാച് നമ്മുടെ അടുത്തുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നമ്മളെ തന്നെ പണിയണം, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം, പിന്നീട് ദൈവത്തിന്റെ കരുണയ്ക്കായി നാം കാത്തിരിക്കണം, അല്ലേ? എന്നിട്ട് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കാണുന്നു. കരുണ കാണിക്കണം, ചിലർ തീയിൽ നിന്ന് വലിച്ചെടുക്കണം, ഭയത്തോടെ കരുണ കാണിക്കണം, അല്ലേ? ഇത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്വമാണ്. നമ്മളുള്ള ഉത്തരവാദിത്വമുണ്ട്, മറ്റുള്ളവരുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നിട്ട് ഫൈനലി യൂദ പറയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ആ ക്രിസ്തുവിന്റെ നീതി നമ്മെ ധരിപ്പിച്ചത് കൊണ്ടാണ് വീഴാതെ വണ്ണം സൂക്ഷിക്കുവാൻ, അല്ലെ വീഴാതെ വണ്ണം നിൽക്കാൻ നമുക്ക് പറ്റുന്നത്. ആ നീതി നാം ധരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. ആ നീതി നമ്മൾ ഊരിക്കളഞ്ഞാൽ നമ്മൾ ഏത് സമയത്തും വീണു പോകാം, അല്ലേ? അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ ക്രിസ്തു ധരിപ്പിച്ച നീതിയെ ധരിച്ചുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തോടു കൂടി നടക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നമുക്ക് ഒഴിഞ്ഞു പോകാൻ സാധ്യമല്ല. ആ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. അങ്ങനെ തയ്യാറായാൽ നമ്മൾ മുമ്പേ കേട്ട 5 കൂട്ടരെ പോലെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആയിത്തീരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കുക, ആ ഉത്തരവാദിത്തത്തോടെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തത്തോടെ മുന്നേറുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച്, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുവാൻ നാം തയ്യാറായാൽ നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ട്. അത് നാം മനസ്സിലാക്കണം. നമ്മെ സൂക്ഷിക്കുന്നത് കർത്താവാണ്. ആ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാണ് നമ്മളെ പണിതപ്പെട്ടിരിക്കുന്നത്. നമുക്കുള്ള ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിന്റെ പരമാധികാരമുണ്ട്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്ന കാര്യമാണ്, ദൈവത്തിന്റെ പരമാധികാരവും നമ്മുടെ ഉത്തരവാദിത്വം അത് ഒരുപോലെയാണ് പോകുന്നത്. ദൈവത്തിന്റെ പരമാധികാരവും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപോലെ പോകുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സൗന്ദര്യം നാം മനസ്സിലാക്കുന്നത്. ദൈവം നമ്മെ വീഴാതെ സൂക്ഷിക്കും, കർത്താവ് നമ്മെ വീഴാതെ സൂക്ഷിക്കും. എന്നാൽ വീഴാതെ അവനെ ആശ്രയിച്ച്, അവനിൽ വിശ്വസിച്ച്, അവനിൽ പ്രത്യാശ അർപ്പിച്ച് ഓടുവാനുള്ള ചുമതല, ഉത്തരവാദിത്വം നമുക്കുണ്ട്. വീഴാതെ അവൻ നമ്മെ സൂക്ഷിക്കും. എന്നാൽ എനിക്ക് വീണേ പറ്റൂ എന്ന് നമ്മൾ നിലപാടെടുക്കരുത്. മറിച്ച് വീഴാതെ സൂക്ഷിക്കുന്ന കർത്താവിന്റെ കരങ്ങളിൽ നാം വിശ്വാസം അർപ്പിക്കണം. നാം നമ്മുടെ ആശ്രയം വെക്കണം. നമ്മുടെ പ്രത്യാശ അവനിൽ മാത്രം അർപ്പിക്കണം. അങ്ങനെയാണെങ്കിൽ തന്റെ മഹിമാ സന്നിധിയിൽ നിഷ്കളങ്കരാമൻ നമ്മെ നിർത്തും. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്, ദൈവത്തിന്റെ പരമാധികാരമുണ്ട്. എന്നിട്ട് ഫൈനലി ലാസ്റ്റ് വേഴ്സ് പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം
നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന് തന്നെ സർവകാലത്തിന് മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകട്ടെ. എല്ലാ മാനവും മഹത്വവും യേശു ക്രിസ്തുവിന്, അല്ലേ? ഒരു മാനവും മഹത്വവും പുകഴ്ചയും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ എടുക്കാൻ പാടില്ല. മറിച്ച് എല്ലാ മാനവും എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രം. അതാണ് യൂദ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ ഏക ദൈവത്തിന്, ദൈവത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? എത്ര മനോഹരമായിട്ടാണ് യൂദ വർണ്ണിക്കുന്നത്. സർവ്വകാലത്തിന് മുമ്പ് ഇറ്റേണൽ ഗോഡ്, ഇമ്മോർട്ടൽ ഗോഡ്, ഇപ്പോഴും സദാകാലത്തോളം എന്നേക്കും, ഫോർ എവർ, തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാവുമാറാകട്ടെ. നമ്മെ നിർത്തുന്നത് കർത്താവാണ്, നമ്മുടെ സൽപ്രവൃത്തികളല്ല, നമ്മുടെ നീതി പ്രവൃത്തികളല്ല, നമ്മുടെ യോഗ്യതയല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത, കുടുംബശ്രേഷ്ഠത, കുടുംബ പാരമ്പര്യം ഒന്നുമല്ല നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത്. നമ്മെ വീഴാതെ വണ്ണം സൂക്ഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. എന്നാൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ആശ്രയം വെക്കുക, പൂർണ്ണ വിശ്വാസം വെക്കുക. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് കണ്ടത്? നമ്മൾ യൂദായുടെ ലേഖനം 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാനിച്ചത്. ഓർക്കുക, സൂക്ഷിക്കുക, കരുണ ചെയ്യുക, മറ്റുള്ളവരെ രക്ഷിക്കുക, മറ്റുള്ളവരോട് കരുണ കാണിക്കുക. ഇങ്ങനെ 5 വിധ കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞു. 17 മുതൽ 19 വരെ നമ്മൾ അപ്പോസ്തലന്മാരുടെ വാക്കുകളെ ഓർക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ ദൈവസഭയിൽ വചനത്തെ കളിയാക്കുന്നവരുണ്ട്, അധാർമികത പ്രവർത്തിക്കുന്നവരുണ്ട്, ഭിന്നതയുണ്ടാക്കുന്നവരുണ്ട്, പ്രാകൃതരായിട്ടുള്ളവരുണ്ട്, ആത്മാവില്ലാത്തവരുണ്ട്. അതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയുള്ളവരിൽ നിന്ന് നാം അകലം പ്രാപിക്കണം. അങ്ങനെയുള്ളവരോട് ജാഗ്രത കാണിക്കണം, ജാഗ്രതയുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവരെ നാം വെച്ച് പൊറപ്പിക്കരുത്, അങ്ങനെയുള്ളവരെ നാം പ്രോത്സാഹിപ്പിക്കരുത്. അവർ ദൈവത്തിനുള്ളവരല്ല, അവരെ പോലെ നാം ആയിത്തീരരുത്. പിന്നീട് നാം എന്തായിരിക്കണം? നാം നമ്മെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിക്കണം. എങ്ങനെയാണ് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നത്? നമ്മൾ പഠിച്ചു. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തെ, ഈ വിശ്വാസ പ്രമാണത്തെ, ഈ ദൈവവചനത്തെ ആധാരമാക്കി നമ്മെ തന്നെ പണിയണം. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനോട് ഏകീഭവിച്ച് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം നമ്മുടെ ആഗ്രഹങ്ങളെയല്ല, മറിച്ച് പരിശുദ്ധാത്മാവിനോട് യൂണിയനായിട്ട് പരിശുദ്ധാത്മാവിന്റെ ഹിതപ്രകാരം ആത്മാവിനാൽ നയിക്കപ്പെട്ട് നാം പ്രാർത്ഥിക്കണം. മൂന്നാമത്, കർത്താവിന്റെ കരുണയ്ക്കായി നാം കാത്തിരിക്കണം. അങ്ങനെ നമ്മെ തന്നെ പണിത് കഴിഞ്ഞാൽ, നമ്മെ തന്നെ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചു കൊണ്ടാൽ, പിന്നീട് നമുക്ക് മറ്റുള്ളവരോട് ഉത്തരവാദിത്വമുണ്ട്. എന്താണ്? സംശയമുള്ളവരോട്, വിശ്വാസത്തിൽ സംശയമുള്ളവരുണ്ട് നമ്മുടെ സഭകളിൽ. അങ്ങനെയുള്ളവരോട് നാം കരുണ കാണിക്കണം. അവരെ കൺവിൻസ് ചെയ്യണം ഈ വചനത്തിന്റെ ആധികാരികതയെ പറ്റി, ക്രിസ്തുവിന്റെ ആവശ്യത്തെപ്പറ്റി, ക്രിസ്തുവിനെ നമുക്ക് വേണം എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഈ സത്യവചനത്തിന്റെ നെസസിറ്റിയെ പറഞ്ഞ് മനസ്സിലാക്കണം. രണ്ടാമത്, തീയിൽ നിന്ന് ചിലരെ വലിച്ചെടുക്കണം. പാപം തീയിലായിപ്പെട്ടവർ പോയവരുണ്ട്, അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം. മൂന്നാമത്, ഭയത്തോടെ കരുണ കാണിക്കണം. അവരെ പോലെ ആയിത്തീരാതെ നാം ദൈവഭയത്തോടെ അവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കണം, അവരോട് കരുണ കാണിക്കണം. ഫൈനലി, നമ്മെ വീഴാതെ സൂക്ഷിക്കുന്ന കർത്താവിനെ പറ്റി നാം പഠിച്ചു. നമ്മെ സംരക്ഷിക്കുന്ന കർത്താവ്, നമ്മെ സൂക്ഷിക്കുന്ന കർത്താവ്, നമ്മെ നിഷ്കളങ്കരായി നിർത്തുന്ന കർത്താവ്. ആ ദൈവത്തിന് സകല മാനവും മോഹത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വചന പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.